ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് അന്ന് വീട്ടിൽ പോയ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. പിന്നെ ഉറക്കം നിന്നാൽ ഛർദ്ദിക്കുമായിരുന്നു, ഭയങ്കര ഛർദ്ദിലായിരിക്കും തലവേദന വന്നാൽ. ആസ്പത്രിയിൽ കൊണ്ടുപോയാൽ മാത്രമേ മാറുള്ളായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. പിന്നെ ഒരു മകൻ്റെ കാര്യം കൂടെ ഉണ്ട്. മൂന്നാമത് എൻ്റെ മകൻ +1 വരെ പഠിച്ചിട്ട് പിന്നെ പഠിക്കണ്ടെന്നും പറഞ്ഞ് കൂട്ടും കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പോൾ ഉടമ്പടി ചെയ്തതിന് ശേഷം അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഇപ്പോൾ പഠിക്കണമെന്ന് ഇങ്ങോട്ട് തന്നെ പറയുകയും ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവനെ കൊണ്ട്. മകൻ മിടുക്കനായിട്ടിരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ മകൾ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൻ്റെ സ്ഥിരമായിട്ട് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഭർത്താവിൻ്റെ മദ്യപാനം എല്ലാം മാറി. എല്ലാ മാസവും പുള്ളി വളരെ ഭക്തിയോടുകൂടി എല്ലാ മാസവും ഏകദിന ധ്യാനത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. 2 വർഷം മുമ്പ് എൻ്റെ ഭർത്താവ് 1 മാസമെങ്കിലും ഈ മണ്ണിൽ വന്ന് മാതാവിൻ്റെ പ്രാർത്ഥന കൂടണമേ എന്നായിരുന്നു പ്രാർത്ഥിച്ച്. പക്ഷേ ഇപ്പോൾ 2 മരിയൻ ദിവസം കൂടുകയും ഇപ്പോൾ 2 വർഷമായിട്ട് എല്ലാ മാസവും ഇവിടെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇനി ഈശോയ്ക്കും മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. 2 മുറിയുള്ള വീടിന് 2 നില വീട് കൊടുത്ത് ദൈവം ഈ മകളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ അനന്ത സ്നേഹത്തെ ഓർത്ത്, മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെ ഓർത്ത് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്തത് സെലിൻ. ശ്രീജ കഴിഞ്ഞ് സെലിൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ശ്രീജ, ആറാട്ടുപുഴയിൽ നിന്ന് വരുന്നു, ആലപ്പുഴ. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോന് 5.5 വയസ്സുണ്ട്. അവന് ജനുവരി മാസത്തിൽ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ അമ്മയുടെ പത്രം വെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ചെസ്റ്റിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ല. എന്നാലും ഞാൻ ഒത്തിരി ദിവസം മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിനിപ്പോൾ ഒരു ശ്വാസം മുട്ടലും ഇല്ല. അതുപോലെ എൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും രോഗം വെളിപ്പെടുത്തി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. രോഗം വെളിപ്പെടുത്തി കിട്ടി. എൻ്റെ മോന് മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് അലർജിയുടെ പ്രശ്നമാണെന്ന് മനസ്സിലായി. ഇപ്പോൾ എൻ്റെ മോന് ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് സ്കൂളിൽ പോകുന്നു. യേശുവേ നന്ദി, മാതാവേ നന്ദി. അലർജി രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് തേനും ഒലിവെണ്ണയും ഒക്കെ കൊണ്ട് ആ മകന് സൗഖ്യം നൽകിയതിനെ ഓർത്ത് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സെലിൻ. അടുത്തത് ലിസി പോൾ. സെലിൻ കഴിഞ്ഞ് ലിസി പോൾ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോന് മറൈൻ നോട്ടിക്കൽ സയൻസിന് ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് സ്റ്റഡി ലീവിന് വന്നപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ കാലിൻ്റെ മുട്ട് പിളർന്നു പോയിരുന്നു. അതിനോടൊപ്പം തന്നെ മുട്ടിന് മുകൾ വശത്തായി 3 ഒടിവും ഉണ്ടായിരുന്നു. ഡോക്ടർ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് അതിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളപ്പോൾ മാതാവിൻ്റെ ചിത്രമുള്ള പത്രം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10 ദിവസം കഴിഞ്ഞ് മാത്രമേ കാലിൻ്റെ കാര്യം പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പ്രാർത്ഥിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ 2ാമത്തെ ഓപ്പറേഷൻ നടന്നു. അതിന് ശേഷം ഡോക്ടർ പിറ്റേ ദിവസം വന്നപ്പോൾ അവൻ്റെ കാല് നന്നായി കിടന്ന് വിറക്കുന്നതായി കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൻ്റെ കാല് സുഖമായി കിട്ടും. അങ്ങനെ ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ അവൻ നടക്കുന്നുണ്ട്. അതിനുശേഷം മറൈൻ നോട്ടിക്കൽ സയൻസിൻ്റെ എക്സാം എഴുതി അതിൽ നല്ല മാർക്കോടെ അവൻ പാസ്സാകുകയും ചെയ്തു. ഈശോയും അമ്മയും എൻ്റെ കൊച്ചുമോന് +2 പരീക്ഷയിൽ പാസ്സാകുകയും ചെയ്തു. ഈശോയും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ഈ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. കാല് അനങ്ങിയെങ്കിൽ മാത്രമേ ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞായിരുന്നു. ഈ മകൻ്റെ ഒന്ന് കാല് അനങ്ങി കിട്ടണം. 3ആയിട്ട് ഒടിഞ്ഞ കാല് അനങ്ങി കിട്ടുമെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു? ആ രാത്രി മുഴുവനും പത്രം വെച്ചു ഈ കാലെ പൊതിഞ്ഞിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ ഡോക്ടർ ഇൻസ്പെക്ഷന് വരുമ്പോൾ ഈ മകൻ്റെ കാല് അനങ്ങുന്നതായിട്ട്
ഡോക്ടർക്ക് കാണാൻ സാധിച്ചു. ഓപ്പറേഷൻ നടത്തി പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഇപ്പോൾ അവന് ജോലി ലഭിച്ചു ഇല്ലേ? എക്സാം എല്ലാം കഴിഞ്ഞു. നന്നായിട്ട് അവനെ എക്സാം എഴുതുവാനായിട്ടുള്ള കൃപ മാതാവിലൂടെ ദൈവം അവനെ കനിഞ്ഞ് അനുഗ്രഹിച്ചു. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്തത് ജെയ്സൽ ആന്റണി. ജെയ്സൽ ആന്റണി. യേശുവേ സ്തോത്രം. എൻ്റെ പേര് ലിസി. ഞാൻ കാട്ടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ 11 വയസ്സുള്ളതാണ്. അവൻ എന്നും കിടന്ന് മൂത്രമൊഴിക്കും. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. എല്ലാ ദിവസവും ഞാനും മൂത്രമൊഴിച്ചതുപോലെ ആയിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പേടിയായി. ഡോക്ടറെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ലാതെ മാറിക്കോളും. ഞങ്ങൾ ബ്രെഡ്, അവൽ അങ്ങനെ പല പല സാധനങ്ങൾ കൊടുത്തു തന്നിട്ടൊന്നും മാറുന്നില്ല. അങ്ങനെ 1 വർഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ഈശോയെ എൻ്റെ മകൻ്റെ ഈ അസുഖം മാറിത്തരണേന്ന്. അപ്പോഴെനിക്ക് അറിയാം പത്രം വെച്ച് ചിലപ്പോൾ മാറും, എന്നാലും പത്രം നനഞ്ഞു പോകുമല്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പത്രം പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഇത് കാരണം ഞാൻ ഈശോയെ എനിക്ക് പേടിയാണ്, പത്രം വെച്ച് കിടന്നത് ഉപയോഗമില്ലാതായി പോകത്തില്ലേ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും വെച്ച് നോക്കാം, എന്തായാലും ചിലപ്പോൾ മൂത്രം ഒഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ആ പത്രത്തെ പൊതിഞ്ഞ് എൻ്റെ മകനെ കിടത്തി. പക്ഷേ എൻ്റെ മകൻ അന്ന് മുതൽ ഇതുവരെയും കിടന്ന് മൂത്രം ഒഴിക്കാറില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വെഞ്ചരിച്ച പത്രമായതുകൊണ്ട് ലിസിക്ക് പേടിയായിരുന്നു. വെഞ്ചരിച്ച പത്രമല്ലേ, അതിനകത്ത് കിടന്ന് കുഞ്ഞു മൂത്രമൊഴിക്കുമോ എന്ന് പേടിച്ചിട്ട് ലിസി അതിനകത്ത് കൊച്ചിനെ കിടത്താനായിട്ട് വിഷമിക്കുമായിരുന്നു. പക്ഷേ അവസാനം ഗതികെട്ട് നിർവാഹമില്ലെന്ന് കണ്ടപ്പോൾ ലിസി അതിനെ പത്രത്തിൽ പൊതിഞ്ഞു കിടത്തി. അന്ന് തൊട്ട് ഈ നിമിഷം വരെ കുഞ്ഞ് കിടന്നു മുള്ളിയിട്ടില്ല. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജെയ്സൽ. ജെയ്സൽ. ജെസി ജോസഫ്. അടുത്തത് റോസമ്മ. ജെസ്സി കഴിഞ്ഞിട്ട് റോസമ്മ. എൻ്റെ പേര് ജെസ്സി ജോസഫ്. ഞാനിവിടെ 7 വർഷമായിട്ട് എല്ലാ മാസത്തിനെയും 3-ാമത്തെ ആഴ്ച വരുന്നതാണ്. എൻ്റെ മകൻ എറണാകുളത്ത് ആനിമേഷൻ വെബ് ഡിസൈനിങ് ജോലിയായിട്ട് സ്വന്തമായിട്ട് ചെയ്തു വരുമായിരുന്നു. അതൊക്കെ ഭയങ്കര നഷ്ടത്തിലായി. അതിനുശേഷം ഗൾഫിൽ പോകാനായിട്ട് തീരുമാനിച്ചു, അതും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്ന് അവന് നല്ല ശമ്പളത്തോടു കൂടി ടീം ലീഡറായിട്ട് അവനെ നിയമിക്കുകയും നല്ല ജോലി ലഭിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതിന് അമ്മയോടും തിരുക്കുമാരനോടും ഒത്തിരി നന്ദി പറയും. കരങ്ങളടിച്ച് ദൈവത്തെ. ടെക്നോ പാർക്കിലാണ് നമ്മുടെ എറണാകുളം ഇൻഫോ പാർക്കല്ലേ, തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ആ മകന് സ്ഥിരമായിട്ട് നല്ല സാലറിയോടുകൂടി ജോലി ലഭിച്ചത്. ആ മകൾക്കും മകനും നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് കരങ്ങളടിച്ച് ഇങ്ങനെ നല്ല തീഷ്ണതയോടെ കരങ്ങളടിക്കാം. അടുത്തത് ജോസഫ് ജോർജ്. ജോസഫ് ജോർജ്. എൻ്റെ പേര് റോസമ്മ. ഞാൻ അർത്തുങ്കൽ നിന്ന് വരുന്നു. എനിക്ക് വേണ്ടി ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വീട് 14 വർഷമായിട്ട് കെട്ടാൻ നിവർത്തിയില്ലാതെ കിടക്കുന്ന നിമിഷത്തിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒരു ദിവസം പോലും കണ്ണ് തുറന്നിട്ടില്ല. ആ വീട് കെട്ടിപ്പോക്കി വാർക്കാൻ കിടക്കുന്ന നിമിഷത്തിൽ കമ്പി ബെൽറ്റ് വാർത്തതിൻ്റെ ശേഷം മുകൾ വാർക്കാൻ 50,000 രൂപ എൻ്റെ കയ്യിലുണ്ട്. 1,10,000 രൂപ എനിക്ക് ആവശ്യമാണ്. അത് കിട്ടാതെ വന്നപ്പോൾ ഞാൻ ജോസഫത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ, എനിക്ക് എൻ്റെ മെമ്മറിയിൽ ഒന്നും തെളിഞ്ഞു വരുന്നില്ല, എവിടെ നിന്ന് ഈ പൈസ വരും എന്നെനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞു, മകളെ നീ ഭയപ്പെടേണ്ട, നിൻ്റെ കൂടെ ദൈവമുണ്ട്. ഈ പോകുന്ന ഈ ലെവലിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ നിമിഷം
ഞാൻ അച്ഛനോട് കരഞ്ഞു, അച്ഛൻ എനിക്ക് ഒന്നും മെമ്മറിയിൽ തെളിയുന്നില്ല. അച്ഛൻ പറഞ്ഞു, നീ പോയി വീണ്ടും പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താണെന്ന് നിനക്ക് തെളിഞ്ഞു കിട്ടും. ഞാൻ മെറ്റിലും കമ്പിയും ഇറക്കുന്ന ആ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഈ പൈസ തന്നു തീർക്കാം, എനിക്കത് ഇറക്കി തരണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അത് എനിക്ക് ഇറക്കി തരികയും എൻ്റെ വീട് വാർക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് മെൻസസ് ബ്ലീഡിങ് ഉണ്ടായി 11 വർഷം. ഈ 11 വർഷവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, മാതാവിന് എന്നെ ഈ ഭൂമിയിൽ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഈ രോഗത്തിന് തന്നെ വിടുതൽ തരും. ഇല്ല, എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ബാധ്യത ഇല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് ഈശോയും അമ്മയും കൂടി അങ്ങ് എന്നെ മുകളിലോട്ട് എടുത്തേക്കണമെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഈ 11 വർഷവും ഞാൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്യുന്നത്. ഒരു മരുന്ന് ഞാൻ കഴിച്ചില്ല. അവിടെയുള്ള എല്ലാ ജോലിയും ചെയ്ത് ഞാൻ സന്തോഷം മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് ഈ ബ്ലീഡിങ് കൊണ്ടാണ് ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഞാൻ എല്ലാം മാതാവിന് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. മാതാവ് അതെനിക്ക് പൂർണ്ണമായിട്ട് മാറ്റി തന്നു. പിന്നീട് എനിക്ക് എൻ്റെ മകന് ഗൾഫിൽ പോകുവാൻ വളരെയേറെ ഭയമായിരുന്നു. ആ നിമിഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ മകൻ ഈ പ്ലെയിനിൽ കയറാൻ ഭയമാണെങ്കിൽ അവനെ അത് മാറ്റിക്കൊടുത്തുകൊണ്ട് ഒരു ജോലി തരണേ മാതാവ് എന്ന് പ്രാർത്ഥിച്ചു. അവൻ ഒരു ദിവസം പറഞ്ഞ്, അമ്മ എനിക്ക് ഗൾഫിൽ പോകണം. ഞാൻ എറണാകുളത്ത് ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ ഡ്രൈവിങ്ങിനുള്ള ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു. അത് കൊടുത്ത് ജൂൺ 16-ാം തീയതി പോകണം. ജൂൺ 12-ാം തീയതി വന്നിട്ടും പറഞ്ഞ്, മകന് ഗൾഫിൽ പോകുന്നുണ്ടെങ്കിൽ 13-ാം തീയതി കൊണ്ടുവന്ന് പൈസ അടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, ഈ പ്രാവശ്യം എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റില്ലെങ്കിൽ എനിക്കിനി പാസ്പോർട്ടൊന്നും വേണ്ട, അമ്മച്ചിയും പോകണ്ട, ആരും പോകണ്ട. ഞാൻ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മകളെ ഞാനിപ്പോൾ ഇവിടെ ഇല്ല, തിരുവനന്തപുരത്ത് ആണ്, അതുകൊണ്ട് മകളൊരു കാര്യം ചെയ്യ്. ഞാൻ ഫോൺ ചെയ്യുന്നത് രാത്രി 10 മണിയായപ്പോഴാണ്. അച്ഛൻ പറഞ്ഞു, നേരം വെളുക്കുമ്പോൾ അർദ്ധങ്കൽ കുരിശടി ചെന്ന് പുണ്യാളിനോടും മാതാവിനോടും പ്രാർത്ഥിച്ചിട്ട് നേരം വെളുക്കുമ്പോൾ 5 നമ്പറിൽ നീ വിളിക്കുക, ആ പൈസ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പുണ്യാളുടെ നടയിലും മാതാവിനോടും പ്രാർത്ഥിച്ച് 5 ഫോണിൽ വിളിച്ച് 75,000 രൂപ ഒരു ദിവസം കൊണ്ട് എനിക്ക് ആൾക്കാർ തന്ന്, 5 ഫോൺ കോൾ കൊണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ 2 കൈയും പൊട്ടി വെള്ളം ഒഴുകുമായിരുന്നു. ഞാൻ ഇവിടെ മാതാവിൻ്റെ വിളക്കിൽ നിന്നും എണ്ണ എടുത്തു കൊണ്ടുവന്ന് പുരട്ടി, മാതാവേ ഞാൻ മരുന്നിനൊന്നും പോകയില്ല, എനിക്കിത് മാറ്റിത്തരണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കടബാധ്യതകളുള്ളത് കൊണ്ടും എനിക്ക് മരുന്നിന് പോകുമ്പോഴും ആ പൈസ കൂടി എനിക്ക് എൻ്റെ വീടിനും എൻ്റെ കുടുംബത്തിനും വേണ്ടി ചെലവഴിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് മാതാവേ ഈ പൊട്ടി ഒഴുകണതിന് ഞാൻ മരുന്നിന് പോകുകയില്ല, എനിക്കത് മാറ്റിത്തരണമെന്ന് പറഞ്ഞു. മാതാവ് എനിക്കതും മാറ്റിത്തന്നു. എല്ലാ നന്മകൾക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ വീട് പണിയാതെ ഇറന്നപ്പോഴും ഞാൻ ഇവിടുത്തെ പത്രം കൊണ്ടുവന്ന് വീടിൻ്റെ മുകളിൽ വിഷം വെക്കും. ഇഷ്ടിക കെട്ടി പകുതി കിടന്നപ്പോൾ ആ പകുതി ഭാഗത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ പത്രം കൊണ്ട് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വീട് അനുവദിച്ചാണെങ്കിൽ അതെനിക്ക് കർത്താവ് സാധിച്ചു തരും. അമ്മയോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് വരെക്കിലും ഒരു ഒഴിവില്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അത് മാറുമെന്നും കുടുംബത്തിന് സമാധാനമില്ല. ഒരിക്കലും ഞാൻ എൻ്റെ കണ്ണ് തുറന്ന് ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഉറക്കം വരാതിരുന്ന സമയത്തും ഞാൻ ഈ പത്രം എടുത്ത് തലക്കിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ശക്തി കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും, എൻ്റെ മാതാവ് കൈവിടില്ല, എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്തെല്ലാം 7 ലക്ഷം രൂപ കടബാധ്യതയുള്ള ഞാനാണ് ഈ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് ആര് തരുമെന്ന് എനിക്കറിയാൻ പാടില്ല. സ്ഥിരമായിട്ടൊരു ജോലിയില്ല എങ്കിലും എനിക്കതെൻ്റെ മാതാവ് തരും. ഞാൻ മാതാവിനെ എല്ലാ മാസവും വന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഈ മാസം ഞാൻ 3ാമതാണ് ഇവിടെ വരുന്നത്. എൻ്റെ ശക്തി, എൻ്റെ കൃപ എല്ലാം എൻ്റെ മാതാവാണ്. മാതാവ് എനിക്ക് നടത്തിത്തരും. എനിക്ക് ഇനിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് തരുമെന്നും തന്നതിനൊക്കെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടും യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ കൈക്ക് 2 കൈക്കും പൊട്ടി ഒഴിയ കൈയാ. ഇന്ന് ഒരു പാട് പോലും എൻ്റെ കയ്യിൽ ഇല്ല. പൊട്ടി ഒഴി. അച്ഛൻ പറയുമായിരുന്നു, കയ്യിൽ നിന്നും വെള്ളം ഒലിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്, അവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു, മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊള്ളാൻ സ്തുതിച്ചുകൊള്ളാനും പറയും. ഞാൻ ഓർക്കും എന്നെ അല്ലായിരിക്കും ഓർത്ത്. പക്ഷേ എൻ്റെ ഈ 2 കൈയുടെ മടക്ക് എല്ലാം കൊണ്ടും സുഖപ്പെട്ട് ഒരു പാട് പോലുമില്ല. അതാണ് എനിക്ക് ഏറ്റവും യേശുവേ ആ നന്ദി ഓർത്തുകൊണ്ട് ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചെടുത്ത് നന്നായി ഇങ്ങനെ കരങ്ങൾ അടിച്ചാൽ മതിയോ? തീഷ്ണതയോടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജോസഫ് ജോർജ് കഴിഞ്ഞ് സൂസി ജോസഫ്.
ജോസഫ് ജോർജ് കഴിഞ്ഞാൽ സൂസി ജോസഫ്. യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജോസഫ്, ഞാൻ കലവൂർ തന്നെ ഉള്ളതാണ്. ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നത്, കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി എനിക്ക് ഒരു നെഞ്ചുവേദന പോലെ ഉണ്ടായി. പെട്ടെന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടു ചെന്നപ്പോഴാണ് അറിയുന്നത് നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന്, അയോട്ടയുടെ ഭാഗത്തുനിന്ന് ഒരു ഞരമ്പ് കട്ടായിപ്പോയി. നെഞ്ചിനകത്ത് മൊത്തം ബ്ലഡായി. അതുകൊണ്ട് രക്ഷയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ട് എൻ്റെ ഭാര്യയും സഹോദരങ്ങളും എല്ലാം കൂടെ മാതാവിനോട് വിളിച്ചപേക്ഷിച്ചു, എൻ്റെ മാതാവേ, ഇവനെ രക്ഷപ്പെടുത്തി തരികയാണെങ്കിൽ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് അവർ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ രക്ഷപ്പെടുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുകയും ചെയ്യുകയാണ്. എല്ലാത്തിനും അങ്ങോട്ട് നന്ദി പറയുകയാണ്. യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നരമ്പ് പൊട്ടിപ്പോയതാണ്, ഹൃദയത്തിലെ നരമ്പ് പൊട്ടിപ്പോയതിൽ നിന്ന് ദൈവം പൂർണ്ണ സൗഖ്യം നൽകി. ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്നായി ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നന്നായിട്ട്. ആലീസ് ജോസഫ്. അടുത്തത് ആലീസ് ജോസഫ്. എൻ്റെ പേര് സൂസി ജോസഫ്, സ്ഥലം അർത്തിങ്കൽ. ഞാൻ ഒരു 3-4 വർഷം മുൻപ് ഒരു ക്യാൻസർ രോഗിയായിരുന്നു. എന്നാൽ എന്നെ പല ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ച് ലാസ്റ്റ് ഞാനിവിടെ പത്രമായിരുന്നു എൻ്റെ മരുന്ന്. ഞാനത് പറയാൻ പല പ്രാവശ്യം വന്നിട്ട് ഞാൻ പറയാതെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ വളരെയധികം സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് ശരീരം മൊത്തം വേദനയായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ വീണ്ടും ആശുപത്രി കൊണ്ടുവന്നപ്പോൾ എൻ്റെ അസ്ഥികളെല്ലാം തേഞ്ഞു. വളരെ ഗുരുതരാവസ്ഥയാണ്, ഓപ്പറേഷനൊന്നും വിജയിക്കത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് നട്ടലിനിടുന്ന ബെൽറ്റായിരുന്നു എൻ്റെ പെടലിക്ക് ഇട്ടിരുന്നത്, വെയിറ്റ് ഇട്ട് കിടക്കുമായിരുന്നു അവിടെ 1 വർഷത്തോളം പറഞ്ഞ്. എങ്കിലും ഞാൻ 1 മാസം മാത്രമേ ഇട്ടുള്ളൂ. ഈ പത്രത്തിലായിരുന്നു ഞാൻ കിടക്കുന്നത്. എനിക്ക് എന്ത് അസ്വസ്ഥത ഇപ്പം തോന്നിയാലും ഞാൻ ആ പത്രമാണ് കഴിക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ജീവിത പങ്കാളി വളരെയധികം വേരിക്കോസ് വെയിൻ കൊണ്ടും ശ്വാസം മുട്ടലുകൊണ്ടും വളരെ അസ്വസ്ഥനായിരുന്നു. ഇപ്പോൾ കൂടുതൽ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ പത്രവും ഒലിവെണ്ണയും ഞാൻ കാലിൽ വെച്ച് പൊതിയുകയും ഇട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പൂർണ്ണ സൗഖ്യം എൻ്റെ ജീവിതമങ്ങളുടെ കാല് തീർത്തും പുറത്തു. പിന്നെ ഞാനൊരു ഉടമ്പടി പ്രാർത്ഥനയിൽ എൻ്റെ പൊന്മകന് വേണ്ടിയായിരുന്നു. സംസാരിക്കാൻ കേൾക്കില്ലാത്ത മോനാണ്. അവനെപ്പോലുള്ളൊരു ജീവിതമങ്കാടിയെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഇപ്പോൾ അത് ഞങ്ങൾക്ക് ഉറപ്പിച്ചൊക്കെ വെച്ചു. ഇനി അത് നല്ല രീതിയിലെല്ലാം നടത്തി തരണമെന്ന് അമ്മയോടും തിരുക്കുമാരനോടും മധ്യസ്ഥം യാചിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആരംഭമായിരുന്നു. മരുന്ന് ഗുളിക കൊടുത്തായിരുന്നു. 7 വർഷം കഴിക്കണമെന്ന് പറഞ്ഞു. 3 മാസമേ ഈ സഹോദരി മരുന്ന് കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഈ സഹോദരി എന്ത് ചെയ്യുമായിരുന്നെന്നോ, പത്രം ചുരുട്ടി ഗുളികകളാക്കി ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നു. പത്രം ചുരുട്ടി ഗുളികകളാക്കി ആ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? പൂർണ്ണ സൗഖ്യമാണ്. യാതൊരു മരുന്നുകളും എടുക്കാതെ ഈ സഹോദരിക്ക് ദൈവം പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങ് ഇന്നു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അടുത്തത് ലെറി തോമസ്. എൻ്റെ പേര് ആലിസ് ജോസഫ്. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ വന്നതാണ്, സാക്ഷ്യം പറയാൻ. മോള് 4 മാസമായിട്ട് കാനഡയിലാണ്, മകൻ്റെ അടുത്താണ്. അപ്പോൾ അവൾ ഇൻ്റർവ്യൂവിന് പാസ്സായി. മെയ് 8-ാം തീയതി അവൾക്ക് ജോലിക്ക് കയറിക്കോളാൻ ഓക്കെ പറഞ്ഞതാണ് സാറ്. പക്ഷേ അവൾ വിളിച്ചു പറഞ്ഞു, ഒന്നും ആയിട്ടില്ല അമ്മച്ചി, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മെയ് 16-ാം തീയതി 3-ാം ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. മെയ് 21-ാം തീയതി അവരുടെ വെഡ്ഡിങ്
ആനിവേഴ്സറിയാണ്. അപ്പം ഞാൻ ഈ മാതാവിനോടും ഈശോനോടും പറഞ്ഞായിരുന്നു അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അവർക്കൊരു സമ്മാനമായിട്ട് അവരുടെ ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മെയ് 20 രാത്രി അവർ വിളിച്ചു പറഞ്ഞു അവരുടെ ജോലി ഓക്കെ ആയി. മെയ് 21 അവർക്ക് ജോലിക്ക് കയറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവേ നന്ദി. അപ്പം ഞാൻ പത്രത്തിൽ അവളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ മകൾക്ക് ഒരു മാമോദീസ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഫുഡ് പോയ്സൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നിട്ട് വൊമിറ്റിങ്ങും അവൾക്ക് അപ്പം തന്നെ ഡിസെൻട്രിയൊക്കെ വന്ന് ഞാൻ വേഗം ആ പത്രത്തിൻ്റെ താളിൽ അവളെ കിടത്തി ഒരു മരുന്നും കഴിക്കാണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവളുടെ അതെല്ലാം മാറി, അസുഖം മാറിയായിരുന്നു. പിന്നെ എനിക്കൊരു ചെറിയ അസുഖം പൈൽസിൻ്റെ പോലത്തെ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് തന്നെ തോന്നിയായിരുന്നു, ഒരു അസ്വസ്ഥത പോലെ, ഒന്നും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പം ഞാനിവിടെ 16 വന്നപ്പോൾ തന്നെ മാതാവിൻ്റെ തേനും മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനത് വൈകുന്നേരം ചെന്നത് പുരട്ടുകയും പിറ്റേ ദിവസം അസ്വസ്ഥതകൾ എനിക്കുണ്ടായിരുന്നില്ല. ആകെ 3 ദിവസമേ അസ്വസ്ഥത ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എല്ലാം മാറി. എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും ദൈവത്തിനും ഞാൻ നന്ദി സമർപ്പിക്കുന്നു. രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ച മാതാവിന് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. വലിയ അത്ഭുതമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടായത്. കരങ്ങളടിച്ച്, ഇങ്ങനെ കരങ്ങളടിച്ചാൽ മതിയോ? നന്നായി ഒന്ന് കരങ്ങളടിച്ചേ. അടുത്തത് ജെസ്സി ആന്റണി. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ലെറി തോമസ് എന്നാണ്. ഞാൻ വട്ടയാൽ ഇടവകയിൽ നിന്ന് വരുന്നു. കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. 1 വർഷത്തോളം കൂടുതലായി എനിക്ക് കാലിന് അരയ്ക്ക് കിഴപ്പോട്ട് ഭയങ്കര വേദനയാണ്. വേദന എന്ന് വെച്ചാൽ നടക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് വേദനയാണ്. അപ്പോൾ ഞങ്ങൾ കൃപാസനം, ഞാൻ എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ മെയ് 4 ഡോക്ടറെ, വണ്ടാനത്തെ ഷാജി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര ഇതാണ്, അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോൻ്റെ ആദ്യ കുർബാന ആയതുകൊണ്ട് സാറ് ഞാൻ പിന്നീട് വന്ന് അഡ്മിറ്റ് ആയിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ഡോക്ടർ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തും വീണ്ടും പിറ്റേ ആഴ്ച ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇയാൾക്ക് എന്താ വല്ല ബ്ലീഡിങ് ഉണ്ടോ, രക്തത്തിൽ വളരെ കൗണ്ട് കുറവാണ്, എന്തോ അസുഖമുണ്ട്, അതുകൊണ്ട് നല്ലൊരു ചെക്കപ്പ് വേണം, ഇപ്പോൾ തന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അത് 3ാമത്തെ തിങ്കളാഴ്ചയാണ് ഡോക്ടറെ ഞാൻ കാണാൻ വേണ്ടി ചെന്നത്. ഞാൻ പറഞ്ഞു സാറേ നാളെ എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എനിക്ക് അച്ഛനെ കണ്ട് ലീവ് ചോദിച്ചിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് 3ാം ചൊവ്വാഴ്ച ഞാൻ കൃപാസനത്തിലേക്ക് വന്നു. കൃപാസനത്തിൽ വന്നിട്ട് അച്ഛൻ ആരാധന സമയം കഴിഞ്ഞ് അച്ഛൻ ആരാധനയിൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ആരാധന ഇടയ്ക്ക് വെച്ചിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഡോക്ടർ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിരിക്കുകയാണ്, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് പറയുന്നെന്ന് പറഞ്ഞ് അച്ഛൻ തലയെ കൈ വെച്ച് പോയെങ്കിലും അച്ഛൻ തിരിച്ചു വന്ന് വീണ്ടും എൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് നീ ധൈര്യമായിട്ടിരുന്നോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റിസൾട്ടിൽ അവർക്ക് പിന്നെ ബ്ലഡിൽ ക്യാൻസർ ആണെന്നൊരു സംശയം ഉണ്ടായിരുന്നു. രാത്രിയിൽ വ്യാഴാഴ്ച രാത്രിയിൽ വിളിച്ചിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ അമ്മച്ചിയാണെന്ന് ഓർത്തിട്ടാണ് പറഞ്ഞെങ്കിലും ഞാൻ തന്നെയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് മാതാവിൻ്റെ നമ്മുടെ ഈ ജൂൺ മാസത്തെ പത്രം എടുത്തിട്ട് 5 മണി വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഞാൻ ആ പത്രത്തിൽ നിന്ന് അല്പം മാതാവിൻ്റെ കൈഭാഗത്തുനിന്ന് കീറി എടുത്തിട്ട് ഞാൻ ചവച്ചിട്ട് വെള്ളവുമായിട്ട് കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഈ പത്രത്തിലൂടെ എൻ്റെ രക്തത്തെ ശുദ്ധീകരിക്കണം, ലാബിൽ ചെല്ലുമ്പോൾ ഈ ബ്ലഡ് പരിശോധിക്കുമ്പോൾ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ച് രാത്രിയിൽ കിട്ടിയില്ല. പിറ്റേ ദിവസം അച്ഛൻ തിരിച്ചെന്നെ അച്ഛൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഒത്തിരി കരഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, മാല നീ ധൈര്യമായിട്ട് പോയിക്കോ, നിനക്ക് ഒന്നും സംഭവിക്കത്തില്ല, നീ കർത്താവിൻ്റെ ശുശ്രൂഷയല്ലേ, നീ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് റിസൾട്ടിലൊന്നും യാതൊരു കുഴപ്പമില്ല. MRI ചെയ്ത് അതിലൊന്നും യാതൊരു കുഴപ്പങ്ങളുമില്ല. പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഈ അനുഗ്രഹമായിട്ട് ഈ ജീവിതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇനിയും എന്നും പരിശുദ്ധ അമ്മയ്ക്ക് വിധേയപ്പെട്ട് തന്നെ യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. കരങ്ങൾ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. ബ്ലഡ് ക്യാൻസർ ആണെന്ന് സംശയിച്ചത് അവിടെ നിന്നാണ് ആ പത്രം കഴിച്ച് രക്തം ശുചീകരിച്ച് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്നു. നന്നായി ഒന്ന് കരങ്ങളടിച്ചേ. ഭക്ഷണം കഴിക്കാൻ, കഞ്ഞി കുടിക്കാനായിട്ട് പോകാനുള്ളവർ ഇനിയുണ്ടെങ്കിൽ പോയി കഞ്ഞി കുടിച്ചിട്ട് എത്രയും വേഗം തിരിച്ചു വരാം. കഞ്ഞി കുടിച്ചിട്ട് ഉള്ളവർ ഹോളിനകത്തേക്ക് കയറിയിരിക്കാവുന്നതാണ്. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. എൻ്റെ മകൾക്ക് പൈസ ശക്തി ഉണ്ടായിരുന്നു, അത്
പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞ മകളെ നീ പൈശാചിനെ നശിപ്പിക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞ തപസ് ചെയ്യാനും കൂടാൻ പറഞ്ഞ് ഞാനും മകളും കൂടി തപസ് ചെയ്യാനും കൂടി. അത് കഴിഞ്ഞ് പിന്നെ 15 നവംബർ 15 തീയതി ഉടമ്പടി ഉടമ്പടി പ്രാർത്ഥന എടുത്ത് അതിലൊരു മകൾക്കൊരു വിവാഹ ആലോചന വന്ന് അത് ഭംഗിയായി നടക്കുകയും അച്ഛനോട് പറയുകയും ചെയ്തു. അതിന് പൈസ പോലും ഞങ്ങളില്ല, അച്ഛനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിക്കുകയും നല്ല ലോൺ കിട്ടുകയും നല്ല ഭംഗിയായി നടക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഈ മകളുടെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഈ സഹോദരിയുടെ മകൾക്ക് ദേഷ്യം കൂടിയത് കൊണ്ടാണ് എപ്പോഴും എടുത്തുചാട്ടം, ഭയങ്കര ദേഷ്യം. അങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു തിന്മയുടെ സ്വാധീനം ഈ കുഞ്ഞിലുണ്ടെന്ന് അച്ഛൻ പറയുകയും തപസ് ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെ തപസ് ധ്യാനം കൂടി കൊച്ചിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അവൾ പഴയതുപോലെ നോർമലായി, അവളുടെ വിവാഹം ഭംഗിയായി ദൈവം നടത്തി കൊടുക്കുവാൻ ഇടയാക്കി. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. റോസമ്മ തോമസ്, റോസമ്മ തോമസ്, അടുത്ത റോസമ്മ തോമസ്. റോസമ്മ തോമസ് കഴിഞ്ഞിട്ട് മേഴ്സി ജോസ്. റോസമ്മ തോമസ്, അത് കഴിഞ്ഞിട്ട് മേഴ്സി ജോസ്. റോസമ്മയല്ലേ? നിങ്ങളൊന്ന് മാറി നിന്ന് ഇവർക്കൊന്ന് കയറി വരാനായിട്ടൊന്ന് ഇട കൊടുക്കുക, കയറി വരാനൊന്ന് ഇട കൊടുക്കുക. നിങ്ങളൊന്ന്. എൻ്റെ പേര് റോസമ്മ തോമസ്. ഞാൻ പൂങ്കാവിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾ സൗദിയിൽ നേഴ്സായിരുന്നു. അവൾ പ്രോമട്രി പരീക്ഷ അവൾ എഴുതിയിട്ട് പാസ്സായില്ലായിരുന്നു. ആ പരീക്ഷ പാസ്സാകുന്നവർക്ക് മാത്രമേ അവിടെ ജോലിയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. അങ്ങനെ മിക്ക കുട്ടികളും ജോലിയില്ലാതെ നാട്ടിലോട്ട് തിരിച്ചു പോരുകയുണ്ടായി. എൻ്റെ മകൾ ഒരു കുട്ടിയും കൂടി അവസാനം ആയി. അവൾക്ക് എപ്പോഴാണ് റിയാദിൽ നിന്ന് പേപ്പർ വരുന്നതെന്ന് പ്രതീക്ഷിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ 22-ാം തീയതി അന്ന് പേപ്പർ റിയാദിൽ നിന്ന് വന്നു. അവൾക്ക് ജോലി തീർന്ന് ഇനി വീട്ടിലോട്ട് പോകാമെന്ന് പറയുകയുണ്ടായി. ഞങ്ങളെല്ലാവരും വളരെ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി ചെയ്യുന്നുണ്ടായിരുന്നു, ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ മാസാദ്യ ചൊവ്വാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എൻ്റെ മകൾക്ക് ജോലിയിൽ അവിടെ തുടർന്ന് നിൽക്കാൻ സാധിക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, 100 രൂപയുടെ പത്രവും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് ജോലിയിൽ പ്രവേശിച്ചു എന്നുള്ള സന്തോഷ വാർത്ത അറിയുകയുണ്ടായി. കഴിഞ്ഞ ചൊവ്വാഴ്ച അവൾ ജോലിയിൽ വീണ്ടും പ്രവേശിച്ചു. അവളും ആ കൂട്ടുകാരത്തെയും ദൈവം തന്ന എനിക്ക് പറയാൻ കൂടി സാധിക്കുന്നില്ല, അത്രയേറെ നന്മകളാണ് ഈശോയും മാതാവും തന്നിരിക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കരങ്ങളടിച്ചത് എല്ലാവരെയും സൗദിയിൽ നിന്ന് പറഞ്ഞു വിടുന്ന സമയത്താണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ശക്തിയാൽ ആ മകൾക്ക് അവിടെ സ്ഥിരമായിട്ട് ജോലി റെഡിയായത്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സിനി ജോസഫ്, അടുത്തത് സിനി ജോസഫ്. മേഴ്സി ജോസ്. ഞാൻ മുഹമ്മദ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി സാക്ഷ്യം പറയാനാണ്. പുള്ളിക്ക് ഹിരണ്യാട് അസുഖമായിരുന്നു. 2 ഹിരണ്യ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ് അത് 6 മാസം കൂടുമ്പോഴേ ചെയ്യാനും പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ലൂർദിൽ പോയപ്പം ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ആ ഓപ്പറേഷൻ 2 നടത്തി. ഇപ്പോൾ ഹസ്ബൻഡ് സുഖമായിട്ട് ജോലിക്ക് പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ ജനുവരിയിൽ എനിക്കൊരു ക്ഷീണം ഉണ്ടാകുകയും ഞാൻ പെട്ടെന്ന് ഛർദിയിൽ തന്നെ എനിക്ക് അങ്ങനെ എന്നെയും ലൂർദിൽ കൊണ്ട് എൻഡോസ്കോപ്പ് ചെയ്തപ്പം എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഗ്യാസിൻ്റെ അസുഖമായിരുന്നു. ഞാനോർത്ത് എനിക്ക് ഫാറ്റി ലിവറും ശ്വാസകോശം ചുരുങ്ങുന്ന അസുഖമൊക്കെ ഉണ്ട്, അതിൽ നിന്നൊക്കെ എല്ലാം എനിക്ക് ഒരുപാട് അസുഖങ്ങളായിരിക്കും. പക്ഷേ ഒരു അസുഖവുമില്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു മകനേ ആകുള്ളൂ. മോൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് ചേച്ചി വിഷമിക്കുമെന്ന് പിള്ള നല്ലൊരു മകളെ തന്നെ അനുഗ്രഹിക്കുമെന്ന്. അതുപോലെ കഴിഞ്ഞ നവംബറിൽ മോന് കണ്ണൂർ ഇരട്ടിയിൽ നിന്നും ഒരു സൗദി MOH ജോലിയുള്ളൊരു മകളെ തന്നെ തരികയും ചെയ്തു. ഇപ്പം മകൻ ഖത്തറിലും മകൾ സൗദിയിലുമാണ്. ഇന്ന് അച്ഛനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് അവിടുത്തെ നോയമ്പ് കഴിഞ്ഞാലുടൻ തന്നെ മകൾ ഖത്തർ MOH വരുമെന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ ആങ്ങളയ്ക്കും ഭവനമില്ലായിരുന്നു.
ഞങ്ങളുടെ വീട് വിറ്റിട്ടാണ് മകളെ കുവൈറ്റ് MOH വിട്ട് 25 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ അവസാനം ആങ്ങളെ പെൻഷൻ പറ്റിയിട്ടും വീട് മേടിക്കാൻ പറ്റിയില്ല. ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, മോളെ കഴിഞ്ഞ മെയ് 28-ന് ഞങ്ങളിനി വീടൊന്നും മേടിക്കുന്നില്ല, ഞങ്ങൾ വാടക വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ അവർ മുണ്ടക്കയത്താണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, 31-ാം തീയതിക്കകം ഞങ്ങളുടെ നാട്ടിൽ കൃപാസനത്തിൽ ഒരു പള്ളിയുണ്ട്, ചേച്ചി പ്രാർത്ഥിയിര്. അപ്പം ചേച്ചിക്ക് 31-ാം തീയതി ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, മോളെ എനിക്കൊരു വീട് കിട്ടി, 33 ലക്ഷം രൂപയ്ക്ക് വീട് ശരിയായി, ഞങ്ങൾ ഈ ഓണത്തിന് ആ വീട്ടിൽ കയറി താമസിക്കുമെന്ന്. എനിക്ക് അമ്മ ചെയ്തെന്ന എല്ലാ അനുഗ്രഹത്തിനും എങ്ങനെ നന്ദി പറയണമെന്ന് അതിൽ കോടാനുകൂടി നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ കരങ്ങളടിച്ച്, സ്നേഹത്തോടെ, തീഷ്ണതയോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്ത മേരിക്കുട്ടി ജെയിംസ്. അടുത്തത്. എൻ്റെ പേര് സിനി ജോസ്. ഞാൻ അർത്തിങ്കയിൽ നിന്ന് വരുന്നു. 9 വർഷത്തിന് മുമ്പുള്ളൊരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മകൻ 9 ദിവസം പ്രായമായപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ കട്ടിലേ പോലും കിടക്കുകയില്ല, ഭയങ്കര പാലും കുടിക്കുകയില്ല, ഭയങ്കര കരച്ചിൽ. അങ്ങനെയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി വന്ന് അഖണ്ഡ ജപമാല നടുക്കിട്ട് അവനെ പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഇവന് സൗഖ്യപ്പെടുവാണെങ്കിൽ നീ പോയി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വണ്ടാനത്തെ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ഡോക്ടർ പറഞ്ഞ് ഇവന് വൃക്കയ്ക്ക് കംപ്ലൈൻ്റാണ്, ഹൃദയത്തിന് കംപ്ലൈൻ്റാണ്, അങ്ങനെ കൊച്ചിനെ കിട്ടുകയില്ല, അങ്ങനെ കുറേ ഇതൊക്കെ പറഞ്ഞ് നോക്കാൻ പറ്റുകയില്ല, എഴുതി ഒപ്പിട്ട് തന്നാലേ നോക്കാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ അർജൻറ്റായിട്ട് സ്കാൻ ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സ്കാൻ ചെയ്ത് കൊണ്ടുവന്ന് എക്സ്റേ എടുത്ത് ECG എല്ലാം എടുത്ത് കൊണ്ടുവന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ കുറേ നോക്കിക്കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇപ്പം ദഹനത്തിൻ്റെ കുറവാണ് കാണുന്നത്, 3 മാസം കഴിഞ്ഞ് ഒന്നും കൂടി സ്കാൻ ചെയ്യണം. അതും കാണിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് 6 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യണം. അങ്ങനെ 1 വർഷം കൊണ്ട് തന്നെ 3-4 സ്കാൻ ചെയ്യിപ്പിച്ച് കൊച്ചിന് ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ 9 വയസ്സുണ്ട്, അവന് ഒരു അസുഖവുമില്ല, എല്ലാം സുഖപ്പെട്ട്. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു 3-4 മാസമായി എനിക്ക് സൈഡ് വേദന തുടങ്ങിയിട്ട്. ഞാനങ്ങനെ മഠത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റർ പറഞ്ഞ് വൃക്കയ്ക്ക് എന്തോ കംപ്ലൈൻറ്റ് തടസ്സം പോലെ കാണുന്നുണ്ട്, അതുകൊണ്ട് എമർജൻസി ആയിട്ട് തന്നെ എക്സ്റേ എടുത്ത് നമുക്കത് നോക്കണം, വൃക്കയ്ക്ക് എന്തോ തകരാറുണ്ടെന്നാണ് തോന്നുന്നതെന്ന്. അങ്ങനെ എക്സ്റേ എടുത്തുകൊണ്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് സിസ്റ്റർ പറഞ്ഞ് എക്സ്റേ എടുത്തുകൊണ്ട് വന്ന് യൂറിനറി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്നതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കരങ്ങളടിച്ച് ദൈവം അത്ഭുതകരമാവണ്ണം രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്നായി ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്തത് സൗമ്യ സിജിൻ. യേശുവേ നന്ദി. എൻ്റെ പേര് മേരിക്കുട്ടി ജെയിംസ് എന്ന്. ഞാൻ പാതിരാപ്പള്ളിയിൽ നിന്നും വരുന്നു. ഞാൻ എൻ്റെ ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം ഇവിടെ പറയുന്നത്. ആ മകൾക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതി ഒരു ഫിക്സ് വരികയും 10-15 ദിവസത്തോളം അബോധാവസ്ഥയിൽ കഴിയുകയും ചെയ്തു. ലക്ഷർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഡോക്ടർമാരൊക്കെ ഭയങ്കര സംശയമാണ് പറഞ്ഞിരുന്നത്. എങ്കിലും ആ മകൾക്ക് ഞങ്ങൾ അഖണ്ഡ ജപമാലയിലും മാധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. കൂടാതെ ഇവിടെ നിന്നുള്ള പേപ്പർ അമ്മയുടെ തലേനെ താഴെ വയ്ക്കുകയും മകൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ മകൾക്ക് വേണ്ടി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മകൾക്ക് 15 ദിവസങ്ങൾക്ക് ശേഷം ബോധം വീഴുകയും പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഇനി ആ മകൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഈശോയുടെ അമ്മയുടെ നാമത്തിൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാനിവിടെ പറയാത്തൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ മകൻ BSc കമ്പ്യൂട്ടർ സയൻസ് പാസ്സായി പരീക്ഷ എഴുതി 2 വിഷയങ്ങൾക്ക് മാർക്ക് തോറ്റുപോയെന്നായിട്ട് റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞതനുസരിച്ച് എൻ്റെ മകൻ്റെ പേപ്പർ റിവാലുവേഷന് വേണ്ടി കൊടുക്കുകയും ആ 2 പേപ്പർ 3 മാർക്ക് വേണ്ടിയിരുന്ന ആ വിഷയത്തിൻ്റെ ആ മകന് കർത്താവ് 15 മാർക്ക് തന്ന് അമ്മയും മകനും കൂടി എൻ്റെ മകൻ്റെ പേപ്പറിനെ അനുഗ്രഹിച്ച് ആ മകന് മാർക്ക് ലഭിക്കുകയും ആ പരീക്ഷയിൽ ആ മകന് ഫുൾ മാർക്ക് മേടിച്ച് പാസ്സാകാനുള്ള കൃപ നൽകിയതിനോടത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. സ്ട്രോക്ക് വന്ന സഹോദരിയായി നിൽക്കുന്നത് കണ്ടോ. നമുക്കറിയാം സ്ട്രോക്ക് വന്ന ഫുള്ളി പാരലൈസ്ഡ് ആയി പോകുവാനായിട്ട് സാധ്യതയുള്ള 15 ദിവസം കോമാ
സ്റ്റേജിൽ ICUയിൽ കിടന്ന സഹോദരിയാണ്. പത്രം വെച്ച് പ്രാർത്ഥിച്ചു, ഉടമ്പടി ചെയ്തു, അഖണ്ഡ ജപമാലയിലെ മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചു. പൂർണ്ണ സൗഖ്യം നൽകിയ ആരോഗ്യത്തോടെ നമ്മുടെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇതാ ഈ സഹോദരി വന്ന് നിൽക്കുകയാണ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്തത് ടിൻഡു. എൻ്റെ പേര് സൗമ്യ ബിജിൽ. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. 2 സാക്ഷ്യങ്ങളാണുള്ളത്. ആദ്യത്തേത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓഗസ്റ്റ് മാസം മുതൽ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ വരും. ചുമ വരുന്നതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് ബ്ലഡും വരുമായിരുന്നു. 3-4 ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിച്ചു, പക്ഷെ അവരൊന്നും പറഞ്ഞു കുഴപ്പമില്ല. അതിനുശേഷം ഏപ്രിൽ ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ കുർബാനയ്ക്കിടയ്ക്ക് വീണ്ടും ചുമ വരികയും കുറച്ചധികം ബ്ലഡ് വരികയും ചെയ്തു. ഉടനെ തന്നെ ഞങ്ങൾ അടുത്തുള്ള ആശുപത്രിയിൽ കാണിച്ചു. അപ്പോൾ ഞാനിവിടെ അവർ പറഞ്ഞു അടുത്ത ദിവസം ശനിയാഴ്ച കുറേ ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനിവിടെ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയറിൽ റിക്വസ്റ്റ് എഴുതിയിട്ടു. എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ ചെറിയൊരു മരുന്ന് കൊണ്ട് അസുഖം മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, തൊണ്ടയിൽ 2 ഭാഗത്തുമായിട്ട് കുരുക്കളുണ്ട്, അത് ഇൻഫെക്ഷൻ വന്ന് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ചുമയ്ക്കുമ്പോഴും ഈ കുരുക്കൾ പൊട്ടിയാണ് ചോര വരുന്നത്. ഒരാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് കൊണ്ട് അത് പൂർണ്ണമായും മാറി. ഇന്ന് ഈ നിമിഷം വരെ പിന്നീട് ചുമയോ ബ്ലഡ് വരലോ വന്നിട്ടില്ല. അടുത്ത സാക്ഷ്യം എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ജൂണിൽ അവളെ LKGയിൽ ചേർത്തു. 1 വർഷം അവൾ സ്കൂളിൽ പോയെങ്കിലും അവൾക്ക് പെൻസിൽ പിടിച്ച് എഴുതാനോ കളർ ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഡിസംബറിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഒരാവശ്യം അതായിരുന്നു. അത് ഞാൻ പ്രാർത്ഥിച്ചു. മാർച്ചിൽ വെക്കേഷൻ വന്നപ്പോൾ ഞാൻ കളർ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പെൻസിൽ പിടിക്കുമ്പോഴെല്ലാം ആൾ കരഞ്ഞുകൊണ്ട് മാറും. അത് കഴിഞ്ഞ് എൻ്റെ ഉടമ്പടി തിരിയുടെ ആദ്യത്തെ തിരി കത്തിത്തീരുന്നതിൻ്റെ തലേ ദിവസം തനിയെ കളർ ചെയ്യാൻ തുടങ്ങി. വളരെ സന്തോഷത്തോടെ തന്നെ ഒരു മടിയും കാണിക്കാതെ അവളത് കളർ ചെയ്ത് തീർക്കാൻ തുടങ്ങി. ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും യേശുവയ്ക്കും 1000 നന്ദി. ആ കുഞ്ഞിനെ കളർ ചെയ്യുവാനുള്ള, ആ കൈ പിടിക്കുവാനുള്ള ധൈര്യവും ആരോഗ്യവും അമ്മയ്ക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചെടുത്ത് കരങ്ങളടിച്ച് നന്നായിട്ടൊന്ന് കരങ്ങളടിച്ചേ, തീഷ്ണതയോടെ കരങ്ങളടിച്ചേ. ദൈവം നമ്മളുടെ ജീവിതത്തിലെ മഹത്വപ്പെടുന്ന നിമിഷങ്ങളാണെന്നുള്ള ബോധ്യത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ടിൻഡു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് എനിക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 എഴുന്നേറ്റ് എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റായി. എനിക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ ഒരുമിച്ച് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. 5 വർഷം 2 ഇരട്ട കുട്ടികളെ നൽകി ദൈവം ഈ മകളെ അനുഗ്രഹിച്ചിരിക്കുക. അത് 2 കുഞ്ഞുങ്ങളും കണ്ടോ. അടുത്തത് കുഞ്ഞുമോൾ കഴിഞ്ഞിട്ട് സൂസമ്മ. എൻ്റെ പേര് കുഞ്ഞിമോൾ. ഞാൻ ഓമനപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി ചെയ്ത 3 കാര്യമാണ്. ഒന്ന് എൻ്റെ മകൻ്റെ ജോലിയുടെ കാര്യമാണ്. അവൻ ഗൾഫിലായിരുന്നു. അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വേറൊരു കമ്പനിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഉടമ്പടി ചെയ്ത പിറ്റേ ദിവസം തന്നെ ആ കമ്പനിയിലോട്ട് വിളിച്ച്. പിന്നെ എൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. കല്യാണം ഞാൻ ഉടമ്പടി ചെയ്ത 3-ാമത്തെ മാസത്തിൽ തന്നെ കല്യാണം ഉറച്ച് 4-ാമത്തെ മാസത്തിൽ കല്യാണം നടന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഈ മാതാവ് എൻ്റെ പ്രാർത്ഥന മുറി നിൽക്കുന്നത് ഞാൻ കണ്ടു. പകലാണ് ഞാൻ കണ്ടത്. പിന്നെ ഇച്ചിരി സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഈ 3 കാര്യം മാതാവ് എനിക്ക് 4 മാസത്തിനുള്ളിൽ സാധിച്ചു തന്ന് മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയും. ഉടമ്പടി ചെയ്ത് 4 മാസത്തിനുള്ളിൽ ഉടമ്പടിയിൽ വെച്ച 3 കാര്യവും മാതാവ് ആ സഹോദരിക്ക് സാധിച്ചു കൊടുത്ത് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്തത് മെറീന ഫ്രാൻസിസ്. എൻ്റെ പേര് സൂസമ്മ, വീട് നെടുമുടി. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാൻ വന്നത്. എൻ്റെ മോളുടെ പരീക്ഷ കഴിഞ്ഞ കൊല്ലം 10ാം ക്ലാസ് പരീക്ഷ സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി ചെയ്യുകയും അച്ഛനെ കാണുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് നല്ല മാർക്ക് കിട്ടി. പക്ഷേ എങ്കിലും കണക്ക് പരീക്ഷ അവൾക്ക് പ്രയാസമായിരുന്നു. അതുകൊണ്ട് സംശയമാണ് അമ്മ ജയിക്കുമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ കൃപാസനത്തിൽ അമ്മ നിന്നെ ജയിപ്പിക്കും, നല്ല മാർക്ക് നിനക്ക് തരും. റിസൾട്ട് വന്നപ്പോൾ 80% മാർക്കേ കിട്ടിയുള്ളൂ. പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ
80% മാർക്ക് കിട്ടിയാലും അഡ്മിഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവൾ വിഷമിച്ച് അന്നേരം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിനക്ക് പേര് വരും, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അന്ന് അലോട്ട്മെൻറ്റും വന്നു. അവൾ പഠിച്ച സ്കൂളിൽ തന്നെ കൊമേഴ്സിന് അവൾക്ക് അഡ്മിഷനും കിട്ടി. ഇപ്പോൾ +1 പരീക്ഷയുടെ സമയത്തും ഞാനും മോളും കൂടി ഇവിടെ വന്ന് വീണ്ടും ഞങ്ങൾ ഉടമ്പടി ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവൾക്ക് +1 പരീക്ഷയ്ക്കും 85% മാർക്ക് കൊടുത്ത് മാതാവ് ജയിപ്പിച്ചു. അവൾക്ക് അക്കൗണ്ടൻസി പേടിയായിരുന്നു, മാർക്ക് കുറയുമെന്നും പറഞ്ഞ്. പക്ഷേ അക്കൗണ്ടൻസിക്ക് നല്ല മാർക്കുണ്ട്. പിന്നെ രണ്ടാമതൊന്നും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു പശു ഞങ്ങൾ വളർത്തി. 2 മാസമായിട്ട് അതിൻ്റെ കാലും ഒരു കൈയും ഒരു കാലും പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഞങ്ങൾ പിന്നെ ഡോക്ടറെ വിളിച്ച് കാണിച്ച് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇത് അലർജിയാണെന്ന് പറഞ്ഞു. അലർജിയാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഓയിൽമെൻറ്റും മരുന്നും ഒക്കെ ചെയ്തിട്ടൊന്നും അത് കരിഞ്ഞില്ല. അന്നേരം ഒത്തിരി കഷ്ടപ്പെട്ടു. രാവും പകലും ഞങ്ങൾ ഉറക്കം നിന്ന് പശുവിൻ്റെ കാലെല്ലാം നോക്കി പൊറുക്കുന്നില്ല, കരയുന്നില്ല. പിന്നെ ഞാൻ വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ തൈലം കാലിലിട്ട് കൊടുത്ത് പശുവിൻ്റെ കാല് കരിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കച്ചവടക്കാർ വന്ന് പശുവിന് നല്ല പൈസ തന്ന് അത് വിൽക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ കൈയുടെ വിരൽ പുല്ലി എത്തിയപ്പം കൈയുടെ വിരലൊന്ന് മുറിഞ്ഞ് അതും 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ ആശുപത്രിയിൽ പോയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് TT എടുക്കണം എന്നാലേ ശരിയാകത്തുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു. ഈ കൈ കരിയത്തില്ല, ഇതിപ്പോൾ തയ്ക്കാനും പറ്റത്തില്ല, ഇത് കരിയുമ്പോൾ താമസിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി എൻ്റെ കൈയുടെ വിരൽ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഇനിയും ഞങ്ങളുടെ കുടുംബത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോക്ക് പ്രത്യേകിച്ച് ഇനി അവിടെയുള്ള പഠിത്തത്തിന് മുഴുവനും അമ്മയുടെയും തിരുക്കുമാരൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, ശക്തിയോടെ നന്നായി ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആനി ഔസേപ്പ്, അടുത്തത് ആനി ഔസേപ്പ്. കൃപാസനം പ്രസാദപരം മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് മെറീന. മെയ് മാസം എൻ്റെ കുടുംബത്തിലെ വൈറൽ ഫീവർ ഒന്ന് മാറി എല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, എല്ലാവർക്കും പനിയായി. ലാസ്റ്റ് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാനും അഡ്മിറ്റായി. വീട്ടിൽ വന്ന സമയം എനിക്കും ഭയങ്കര പനി, ക്ഷീണം. ഞാൻ കിടന്നു, ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ആരുമില്ല കുടുംബത്തിൽ പനി പിടിക്കാൻ, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കും കൂടെ പനി വന്ന് കിടന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനും ആരുമില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എൻ്റെ പനി മാറ്റിത്തരണമെന്ന് പറഞ്ഞു. വളരെ ക്ഷീണതയായി ഞാൻ പാരസെറ്റമോൾ കഴിച്ചു. ബെഡിനടിയിൽ പത്രം വിരിച്ച് അതിൻ്റെ മേളിൽ കിടന്നു. അരമണിക്കൂറിനുള്ളിൽ അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഭയങ്കരമായ പനിയും ക്ഷീണവും മാറി. എനിക്ക് പനി വന്നതേ ഇല്ല. ബാക്കി എല്ലാവരും പനി വിട്ടാലും മാതാവിനെ അത്ഭുതമായി രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അത്ഭുതകരമായ രോഗസൗഖ്യം നൽകി ഈ മകളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പാരസെറ്റമോൾ കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് പത്രം വെച്ച് പ്രാർത്ഥിക്കുവാണ്. അരമണിക്കൂറിനുള്ളിൽ ആ സഹോദരിയുടെ പനി വിട്ടുമാറി പൂർണ്ണ സൗഖ്യം നൽകി കുടുംബത്തിലെ മുഴുവൻ ശുശ്രൂഷകളും ചെയ്യുവാനായിട്ട് ദൈവം അനുവദിച്ചു. കരങ്ങളടിച്ച് ഒന്നും കൂടെ നന്നായി ഒന്ന് കരങ്ങളടിച്ചേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മക്കൾക്ക് അതുപോലെ 1000-10,000 മക്കളും യേശുവിൻ്റെ പാതയിലൂടെ നയിക്കുവാനും എവിടെ പോയാലും അവർ വഴി തെറ്റാതെ എല്ലായിടത്തും മറ്റുള്ളവർക്ക് മാതിരി ജീവിക്കുവാനും പ്രാർത്ഥിക്കുക. ഈ ചെറിയവരിൽ ഒരുവൻ പോലെ നശിച്ചു പോകുക എൻ്റെ സ്വർഗസ്വനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. മത്തായി 18:14. ഞാനിവിടെ വന്ന് മക്കളുടെ പരീക്ഷയുടെ സമയത്ത് ഇളയ മോന് SSLCക്കും പിന്നെ +2-നും BCom-നും MCom-നും ഞാൻ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഞാൻ എല്ലാ പ്രാവശ്യവും ഫൈനൽ പരീക്ഷയ്ക്കാണ് വന്ന് പ്രാർത്ഥിക്കാറ്. ദൈവം സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് എൻ്റെ മകന് നൽകി അനുഗ്രഹിച്ചതിന് ഓർത്ത് 1000 നന്ദി പറഞ്ഞാലും മതി വരില്ല. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോനെ ചേച്ചിക്ക് ഹാർട്ടിൻ്റെ അസുഖം ഭേദമാകാൻ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ടോൺസിലേറ്റ് ചേച്ചിയുടെ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എൻ്റെ
പിന്നെ അമേരിക്കയിൽ ജോലി കിട്ടാൻ വേണ്ടി ചേച്ചിയുടെ മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതെല്ലാം എനിക്ക് എൻ്റെ മാതാവും യേശുവും കാര്യമെല്ലാം സാധിച്ചു തന്നതിനോർത്ത് 1000 നന്ദി സ്തുതിയും. കരങ്ങളടിച്ച് ഈ മകൻ്റെ വിവാഹവും ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം നടത്തിക്കൊടുത്തു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ആ മകളുടെ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്നായി ഒന്ന് കരങ്ങളടിച്ചേ. എലിസബത്ത് ഷാജി. അടുത്തത് എലിസബത്ത് ഷാജി. സൗമ്യ സോളമൻ. എലിസബത്ത് ഷാജിയാണ്. പെട്ടെന്ന് സമയം പോകുന്നു. അടുത്ത സൗമ്യ സോളമൻ. എൻ്റെ പേര് എലിസബത്ത്. എനിക്ക് 3 മാസം മുമ്പ് എൻ്റെ തലയ്ക്കൊരടിയേറ്റു. പിന്നീട് എനിക്ക് തലകറക്കവും ഛർദിലുമൊക്കെ ആയിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം കിടക്കേണ്ടി വരുമെന്ന്. അങ്ങനെ എന്നാൽ ഛർദിൽ വെഞ്ചരിച്ച തേനും ഉപ്പും ഉപയോഗിച്ചത് മൂലം എനിക്ക് കുറഞ്ഞു. എന്നാൽ തലകറക്കം മാറാതെ വന്നിട്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ സാധിക്കത്തില്ലായിരുന്നു. ഞാൻ അച്ഛനെ കണ്ട് കാര്യം പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയെ കയ്യിൽ കവിച്ച് പ്രാർത്ഥിച്ചു. നീ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം, കർത്താവ് ഇടപെടുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തലകറക്കം മാറി. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ രോഗസൗഖ്യം നൽകി അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ ഈ മകളെ ദൈവം അനുഗ്രഹിച്ചു. നന്നായി ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. അടുത്തത് റിൻസി ലൗജു. എൻ്റെ പേര് സൗമ്യ. ഞാൻ തുമ്പോളയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു വീടും സ്ഥലവും വാങ്ങാനായിട്ട് 3 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞ് അവരത് അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞ് അവരത് തരത്തില്ലെന്ന് പറയുകയും ചെയ്ത അവസ്ഥയിൽ ഞങ്ങളുടെ പൈസ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിൽ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുകയും അടുത്ത മാസം മെയ് 23 തന്നെ രജിസ്ട്രേഷൻ നടക്കുകയും മെയ് 26 തീയതി ഞങ്ങൾ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പൈസ നഷ്ടപ്പെട്ടു പോകുമെന്ന ഉള്ള ഒരു അവസ്ഥയായിരുന്നു. അഡ്വാൻസ് കൊടുത്തതിന് ശേഷം അവർ വീട് വിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി വിചാരിച്ചു എല്ലാം തകർന്നു പോയി, പൈസ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞ ഉടനെ അവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വീട് നിങ്ങൾക്ക് തന്നെ തരാം. അങ്ങനെ കൃത്യമായിട്ടും വളരെ ഭംഗിയോടെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. ആ മകൾക്ക് ആ ഭവനത്തിൽ താമസിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹം നൽകി, കൃപ ചൊരിഞ്ഞു. അതിനെ ഓർത്ത് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്ത സ്നേഹ ജോഷി. എൻ്റെ പേര് റിൻസി. ഞാൻ പൊള്ളത്തിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ അമ്മ 4 മാസം മുമ്പ് ഒന്ന് കാല് വഴുതി വീണ് നടുവിൻ്റെ ബോളെല്ലിന് ചെറിയൊരു അകൽച്ചയുണ്ടായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ക്ഷീണം സുഖപ്പെട്ടു. മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും 2 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് വീണ്ടും വേദന കലശലായി വന്ന് എഴുന്നേറ്റ് ഇരിക്കുവാനോ കിടക്കുവാനോ നടക്കുവാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായി. ആ അവസ്ഥയിൽ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അസ്ഥിയെല്ലാം പൊടിഞ്ഞിരിക്കുകയാണ്, ഒരുപാട് കാലതാമസം വരും ഈ രോഗം മാറാൻ. അപ്പോൾ മാതാവിൻ്റെ പത്രം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദിവസവും അങ്ങനെ ആയുർവേദ മരുന്ന് കൊടുക്കാൻ തുടങ്ങി. ആയുർവേദ ഡോക്ടറും സംശയമാണ് പറഞ്ഞത്. എന്നാലും 1 മാസം ആയുർവേദ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ മാതാവിൻ്റെ പത്രം വെച്ച് ദിവസവും കൊന്തയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 1 മാസം കൊണ്ട് തന്നെ രോഗം സൗഖ്യപ്പെട്ടു. ഇപ്പം അമ്മയ്ക്ക് യാതൊരുവിധ കുഴപ്പവും നടുവിനില്ല. അമ്മ എഴുന്നേറ്റ് നടക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വലിയ അത്ഭുതകരമായ സൗഖ്യമാണ് ഈ സഹോദരിയുടെ അമ്മയ്ക്ക് ദൈവം നൽകിയത്. നന്നായി ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ, സന്തോഷത്തോടെ തീഷ്ണതയോടെ. അടുത്തത് മേരി ജാസ്ലറ്റ്. എൻ്റെ പേര് സ്നേഹ. ഞാൻ കൈനേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ മകൾ ജെർലിൻ
5 വയസ്സുണ്ട്. അവൾ ഒരു ബട്ടൺ ബാറ്ററി മെഴുകിയതിൻ്റെ ഫലമായി ഞങ്ങൾ വണ്ടാനം ആശുപത്രിയിൽ പോയിരുന്നു. അവിടെ വെച്ച് ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. ട്രിവാൻഡ്രത്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും പത്രം വെച്ച് അവളെ കിടത്തി അതിന്മേൽ കിടത്തി കൊന്ത എല്ലിയതിൻ്റെ ഫലമായും പിറ്റേ ദിവസം എക്സ്റേയിൽ ബട്ടൺസ് മാറുകയും പിന്നെ പോകേണ്ടി വന്നുമില്ല. മാതാവിനോട് 1000 നന്ദി പറയുന്നു. ബട്ടൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ടോയ് കാറിൽ നമ്മൾ ഈ ബട്ടൺ വലിപ്പത്തിലുള്ള ബാറ്ററി ഇല്ലേ, ബട്ടൺ വലിപ്പത്തിലുള്ള ബാറ്ററി ഇട്ടിട്ട് നമ്മൾ അത് ടോയ് കാറെല്ലാം ഓടിക്കത്തില്ലേ, ആ ബാറ്ററിയാണ് ഈ കുട്ടി വിഴുങ്ങിയത്. അപ്പം അതിന് ഇലക്ട്രിക് പവറുള്ള ബാറ്ററി ആയതുകൊണ്ട് തന്നെ അത് വളരെ അപകടമായിരുന്നു. ആ ഒരു വലിയ അപകടത്തിൽ നിന്നാണ് ഈ പത്രം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ കുഞ്ഞിൻ്റെ ഉദരത്തിൽ നിന്ന് ബാറ്ററി തന്നെ പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി. ഇത്ര വലിയ അത്ഭുതമാണ് ഈ മകൾക്ക് നൽകിയത്. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്തത് ലിസമ്മ വിൻസെന്റ്. എൻ്റെ പേര് മേരി ജസ്ലറ്റ്, അരൂരെന്ന് വരുന്നു. എനിക്ക് സൗദി അറേബ്യയിൽ അബ എന്ന് പറഞ്ഞ സ്ഥലത്ത് നേഴ്സായിട്ട് ജോലി കിട്ടി. എനിക്ക് വർഷങ്ങളായി എൻ്റെ മസിൽ വെട്ടിക്കേറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം മാസാദ്യ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഒത്തിരി മക്കളുടെ മസിൽ വെട്ടിക്കയറുന്ന ആ രോഗം കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാലിങ്ങനെ കുടഞ്ഞു നോക്കി. പക്ഷേ അപ്പോഴും എനിക്ക് ആ വേദന ഉണ്ടായിരുന്നു. പക്ഷേ വേദന മാറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കല്ലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം തന്നെ അച്ഛൻ പറഞ്ഞു, ഇല്ല മകളെ, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, കർത്താവ് എന്നെ സുഖപ്പെടുത്തും. ഞാൻ വീട്ടിൽ പോയതും അപ്പോൾ എൻ്റെ കാലുവേദന മാറി. അബയിൽ ചെന്ന് ഒരു ദിവസം മസിൽ വെട്ടി കയറി. ആ ദിവസം ഞാൻ കൊന്ത ചുറ്റി കാലിൽ ചുറ്റി പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് ഇന്നേ വരെ എനിക്ക് മസിൽ വെട്ടി കയറിയിട്ടില്ല. പിന്നെ അബയിൽ വെച്ച് തന്നെ ഒരു പ്രാവശ്യം ഒരു രോഗി ഞങ്ങൾക്കെതിരെ എനിക്കും ഡോക്ടേഴ്സിനുമെതിരെ വെറുതെ പരാതി കൊടുക്കുകയും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയറിൽ ഞാൻ ഈ പ്രയർ എഴുതിയിട്ടു. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ അവർ പരാതി പിൻവലിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ വിവാഹത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാസാദ്യ ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ആ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് പോവുകയും ഞായറാഴ്ച എന്നെ കാണാൻ വരികയും ആഗസ്റ്റ് 20-ാം തീയതി കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. എനിക്ക് അന്ന് ഈ അനുഗ്രഹത്തിന് മാതാവിനോട് ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്നായി കരങ്ങളടിച്ച്. വലിയ അപകടത്തിൽ നിന്നാണ് ഈ കുട്ടിയുടെ ജോലിയിൽ നിന്ന് ദൈവം ഈ മകളെ രക്ഷപ്പെടുത്തിയത്. മരിയൻ ടുഡേ ലൈറ്റ് ക്യാൻഡിൽ ആ മധ്യസ്ഥ പ്രാർത്ഥന അവിടെ റിക്വസ്റ്റ് ചെയ്താണ് ഇവൾ പ്രാർത്ഥിച്ചത്. പൂർണ്ണമായിട്ടും ദൈവം എല്ലാ അപകടത്തിൽ നിന്നും അവളെ രക്ഷിച്ചു. ജോലി തിരികെ കൊടുത്ത് വിവാഹവും നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും നൽകി അനുഗ്രഹിച്ചു. നന്നായി ഒന്ന് കരങ്ങളടിച്ചേ. അടുത്തത് വത്സമ്മ ജോസ്. എൻ്റെ പേര് ലിസമ്മ, ഞാൻ കാട്ടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞത്. എൻ്റെ മകൻ 1 വർഷത്തോളമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ മെയ് 31-ന് എൻ്റെ മകൻ ജോലിയിൽ കയറി. അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 100 നന്ദി. നന്നായി കരങ്ങളടിച്ച. ജോലി നൽകി അനുഗ്രഹിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജോലി നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കരങ്ങളടിക്കുക നന്നായിട്ട്. ഇങ്ങനെ മതിയോ? ഇത്രയും വലിയ അനുഗ്രഹങ്ങളെല്ലാം കേട്ടിട്ട് ഇങ്ങനെ കരങ്ങളടിച്ചാൽ മതിയോ? അടുത്തത് ശോഭന. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് വത്സമ്മ ജോസ്. ഞാൻ കഴിഞ്ഞ ജാനുവരിയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന നടത്തിയത്. ഫെബ്രുവരി മാസത്തിലാണ് വിശുദ്ധ കുർബാനയിലും ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. വീട്ടിൽ വന്നിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു. 1 മാസം ആകുന്നതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ അത്ഭുതം ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതായത് ഞങ്ങളുടെ മകൾക്ക് ഞങ്ങൾ കല്യാണത്തിനായിട്ട് കൊടുത്തിരുന്ന ഒരു വീട് 1 വർഷത്തിൽ കൂടുതലായിട്ട് ആ വീട് വാടകക്കാരൊന്നും ഇല്ലാതെ കിടക്കുന്നതിനാൽ അവരത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് 1 വർഷം കൂടുതലായി. ഒന്നും നടന്നില്ല.
എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പാർട്ടി വന്ന് ആ സ്ഥലവും വീടും കാണുകയും അവർക്ക് ഉടനെ വേണമെന്ന് പറഞ്ഞ് ആ മാസം തന്നെ കരാർ എഴുതി അഡ്വാൻസ് തന്നു. അത് 3 മാസത്തെ കരാറാണ് എഴുതിയത്. സാധാരണ 6 മാസമൊക്കെയാണ് കരാർ എഴുതാറുള്ളത്. 3 മാസത്തെ കരാർ എഴുതി നല്ല വിലയ്ക്ക് തന്നെ അത് ഈ മാസം 8-ാം തീയതി, ഈ ജൂൺ മാസം 8-ാം തീയതി ആ വീട് സ്ഥലത്തിൻ്റെ വിൽപ്പന നടത്തി രജിസ്ട്രേഷൻ സാധിച്ചു തന്നതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താലാണ് ഇത് നടന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അത്ഭുതകരമാവണ്ണം വീട് വിൽക്കാൻ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിക്കാം. അടുത്ത റേച്ചൽ ആൻ്റണി. എൻ്റെ പേര് ശോഭന. എൻ്റെ വീട് ഈ ബ്ലോക്ക് ജംഗ്ഷൻ്റെ കുറച്ച് പടിഞ്ഞാറ് വശമാണ്. എനിക്ക് 2016 ഓഗസ്റ്റ് 7-ാം തീയതി രാവിലെ ഒരു അപകടം ഉണ്ടായി. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് വണ്ടി മറിഞ്ഞ് ഞാൻ ഇടിച്ച് വീണ് എൻ്റെ താടിയിൽ പൊട്ടുകയും എൻ്റെ പല്ല് പോവുകയും വളരെ ഗുരുതരമായ പരിക്കായിരുന്നു. എന്നെ പെട്ടെന്ന് തന്നെ വണ്ടാന ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഡോക്ടർ എന്നെ കേൾക്കാതെയാണ് മക്കളോട് പറഞ്ഞത്, മക്കളെയൊക്കെ വിളിച്ച് വരുത്തി പെട്ടെന്ന് അമ്മയുടെ താടിയിൽ പൊട്ടിയിരിക്കുകയാണ്, ഇത് മിക്കവാറും ഓപ്പറേഷൻ ചെയ്തിട്ട് ശരിയാവുകയുള്ളൂ, പല്ല് എല്ലാം കൂട്ടിക്കെട്ടണം, 2 മാസം വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ, ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ 2 ആഴ്ചത്തേക്ക് അവർ പല്ല് കൂട്ടിക്കെട്ടി വിട്ടു. 2 ആഴ്ച കഴിഞ്ഞ് എല്ലാം പറഞ്ഞു. അപ്പോൾ തന്നെ ചെന്നിട്ട് കമ്പി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ രീതിയിൽ തന്നെയായി. മക്കൾ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കാം. എറണാകുളത്ത് ആശുപത്രി കൊണ്ടുപോയി എന്നെ കാണിച്ചു. കമ്പിയെല്ലാം കൂട്ടിക്കെട്ടി ഇത് അടുക്കുമെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ഇവിടെ ഇതെടുത്ത് നേരെ വെക്കണമെന്ന് പറഞ്ഞു ആടിയല്ല്, അല്ലെങ്കിൽ ഒരിക്കലും ശരിയാകത്തില്ല, മുഖം വല്ലാണ്ട് ഇതായിട്ടുള്ളൂ. പക്ഷെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാതാവിനോട് ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 1.5 മാസം കഴിഞ്ഞ് എൻ്റെ കമ്പിയെല്ലാം എടുത്തു. നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെ അത്ഭുതമാണ്, ഓപ്പറേഷൻ വേണ്ട, നന്നായിട്ട് അടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഈ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോയ്ക്കും മാതാവിനും കൊടാനുകൂടി നന്ദി സമർപ്പിക്കുന്നു. ഞാനൊരു ഹിന്ദുവാണ്. 11 വർഷമായി ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഹിന്ദു ആചാരങ്ങളൊന്നും ചെയ്യാറില്ല, ഈശോയിലാണ് വിശ്വസിക്കുന്നത്. കരങ്ങളടിച്ച് ഈ മകളുടെ ശക്തമായ വിശ്വാസമാണ്. 11 വർഷമായിട്ട് കൃപാസനത്തിൽ വരുന്ന സഹോദരിയാണ്. അത്ഭുതകരമാവണ്ണം ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ദൈവം. അടുത്ത സോണിയ. ഞാൻ റേച്ചല്. ഞാനിവിടെ 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അച്ഛൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഉടമ്പടി എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ചെയ്തു. എൻ്റെ മൂത്ത മകൾക്ക് കുട്ടികളൊന്നുമില്ല. തൈറോയിഡ് ആയതിനാൽ പ്രാർത്ഥിച്ചു, അതിൻ്റെ തൈറോയ്ഡ് മാറിക്കിട്ടി. പിന്നെ ഞാൻ 1 മാസം ഇവിടെ ഈ മന്ത്ലി ആരാധന മുടങ്ങി, അതിനാൽ അധികം സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വന്ന് ഏപ്രിലിൽ മധ്യസ്ഥ പ്രാർത്ഥന കൂടി, മറിയ മധ്യസ്ഥ പ്രാർത്ഥന കൂടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു അസുഖം പോലെ ഉണ്ടായിരുന്നു. ടൂൾസ് പോകാൻ പ്രയാസം, വയറ്റിൽ നിന്ന് പോകാൻ പ്രയാസമുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ അത് സംഭവിച്ചു. മാതാവിനോട് പറഞ്ഞു മാതാവെ മാറ്റിത്തരണം. അങ്ങനെ പെട്ടെന്ന് അത് മാറി. പിന്നെ എൻ്റെ കൈക്കാണെങ്കിൽ ഭയങ്കര വേദന ഉണ്ടായിരുന്നു, ലെഫ്റ്റ് ഹാൻഡിന്. അതും വീട്ടിൽ നിന്ന് കൃപാസനത്തിൽ വരാൻ ഇറങ്ങിയപ്പോഴേ അത് മാറി. പിന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ കാലിന് ലെഫ്റ്റ് ലെഗിന് ഭയങ്കര കോച്ച് പിടിപ്പുമായി എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് വേണം ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂടാൻ. അപ്പോൾ എൻ്റെ കൃപാസനത്തിന് ഒരു പേപ്പർ ഉണ്ടായി, ഞാനത് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴെൻ്റെ കാലിലെ വേദന മാറി. എന്നിട്ട് ഞാൻ കുളിച്ച് പിന്നെ പ്രാർത്ഥനയ്ക്ക് വന്നു. പിന്നെ ഒരു മിറാക്കിൾ സംഭവിച്ച മീൻസ് ഞാനെന്നും ദൈവവചനം ഇങ്ങനെ പറഞ്ഞ് നടക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധകളും ഒത്തിരി ഉണ്ട്. അപ്പം വിശുദ്ധ യെശയ്യാ പ്രവാചകൻ്റെ സുവിശേഷം 45:2-3 വചനം ഞാൻ എപ്പോഴും പറയും. ഞാൻ നിനക്ക് മുമ്പ് പോയി ദുർഘടകം മാറ്റി ഇരുമ്പിയങ്ങൾ പൊട്ടിച്ച് താമ്രകവാടം തരുന്ന ഹസ്തനിക്ഷേപത്തെ ഞാൻ തരും. ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമെന്ന് നീ അറിയാൻ ഇരുട്ടുള്ള നിക്ഷേപത്തെ മറുപടങ്ങളെ ധനശേഖരം തരും എന്ന് പറയും. അങ്ങനെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എന്നും മധ്യസ്ഥ പ്രാർത്ഥന, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വെളുപ്പിനെ പ്രാർത്ഥിക്കും. ലേറ്റായാലും അത് തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് കഴിഞ്ഞ മാസം 19-ാം തീയതി ഞാൻ നാട്ടിൽ പത്തനംതിട്ട പോയപ്പോൾ എൻ്റെ ആ തിരിയും കൂടെ കൊണ്ടുപോയി ഇച്ചിരി ഉള്ളായിരുന്നു, അത് വെച്ച് പ്രാർത്ഥിച്ച്. പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ ചേച്ചി എനിക്ക് കുറേ പൈസ തന്നു. അത് നിക്ഷേപം എന്ന് ഞാൻ പറയുന്നു, ദൈവം തന്ന നിക്ഷേപം മീൻസ് എന്തോ അങ്ങനെ അറിയാൻ പാടില്ല. അങ്ങനെ അതുകൊണ്ട് എൻ്റെ ഒരു കടം ബാങ്കിലൊരു ലോൺ ഉണ്ടായിരുന്നു, അത് വീട്ടാൻ സാധിച്ചു. അതുപോലെ കുറേ സ്വർണ്ണങ്ങൾ പണത്തിൽ ഒരു സ്വർണ്ണം
തിരിച്ചെടുക്കാനും സാധിച്ചു. അങ്ങനെ ഒരു മിറാക്കിൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം എന്നെ സഹായിച്ചു. മാതാവിന് അതുപോലെ ഒത്തിരി സഹായങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും ഈ അച്ഛനെ കാണുമ്പോൾ എപ്പോഴും തല ഒഴിച്ച് മറ്റാൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ ഒരു മകന്, എറണാകുളത്തുള്ളൊരു മകന് ബൈക്ക് ആക്സിഡൻറ്റിൽ തലയ്ക്ക് ബ്ലഡ് കോട്ടിങ് ആയി. അവൻ 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. അവനറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ സംഭവിച്ചു. അവൻ്റെ പൈസ ഒന്നും ഇല്ലാതെ കൊണ്ടായി. അവന് ലാസ്റ്റ് ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ പിന്നെ കഴിവതും സഹായിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഡോക്ടർ പിന്നെ പൈസ കൊടുക്കണം ഹോസ്പിറ്റലിൽ, ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിൽ ഭയങ്കര പൈസയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു നിൻ്റെ കിഡ്നി വിട്ടിട്ട് നീയെ ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ഇവരെ ഞങ്ങൾ അറിഞ്ഞു. അപ്പം പറഞ്ഞു മോനെ അതൊന്നും ചെയ്യണ്ട. പിന്നെ ഞങ്ങൾ കഴിവതും സഹായിച്ചു. പക്ഷേ ഇപ്പോൾ അവന് നാട്ടിൽ വരാൻ പ്രയാസത്തിലവിടെ, അവൻ ശ്രീലങ്കയിലാണ്. അവന് പ്രയാസത്തിലിരിക്കുകയാണ്. അവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അവന് പിസയ്ക്കും ഇതിന് കൊടുക്കാൻ പൈസ ഇല്ലാതെ കൊണ്ട് ഭയങ്കര ഫൈനായിട്ട് അവൻ ജയിലിലാണ്. അവന് വിടുതൽ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥന സഹായം ഞാൻ ചോദിക്കുന്നുണ്ട്. ഈ മകളുടെ ജീവിതത്തിലെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധന, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ക്രിസ്ത്യാനി അല്ലാത്ത നിങ്ങളുടെ ഹിന്ദുക്കൾക്ക് അവിടെ ഉണ്ട്. അവർക്കെല്ലാം ഞാൻ കൊടുത്തിട്ട് അപ്പോൾ ഒരു സഹോദരി എന്നോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പോകുമ്പോൾ വിളിക്കാം. അപ്പോൾ ആ കുട്ടീനെ ഞാനിവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ആരാധന, സ്തുതി. അടുത്തത് ബീന ലാലിച്ചൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് സോണിയ. ഞാൻ പള്ളിത്തോട്ടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൻ 2016 മെയ്യിൽ ബിടെക് പരീക്ഷ പാസ്സായതിനു ശേഷം ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും ചെയ്യാതെ അവനാകെ അസ്വസ്ഥനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ എൻ്റെ വാക്ക് കേട്ട് അവനിവിടെ വരികയും ഫെബ്രുവരി 27 ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛനെ കണ്ടു. അപ്പോഴവന് കാനഡയിൽ പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു, അച്ഛനടുത്ത് പ്രാർത്ഥിച്ചു. അവൻ IELTS പരീക്ഷ എഴുതി അതിൽ 7 സ്കോർ നൽകി മാതാവ് അവനെ അനുഗ്രഹിച്ചു. മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം കൊണ്ട് ഒന്ന് മാത്രമാണ് അത് കിട്ടിയതെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ അവന് ആലപ്പുഴയിൽ ഒരു കയർ ഫാക്ടറി മാനുഫാക്ചറിങ് കമ്പനിയിൽ അപ്രന്റീഷിപ്പ് ചെയ്യുവാനായിട്ട് ഈ മാസം തുടങ്ങി, അവിടെ പോകുവാൻ തുടങ്ങി. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി അവന് കാനഡയിലേക്കുള്ള വിസ ശരിയാകണം. അതിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആ മകന് ദൈവം കൊടുത്ത വലിയ അനുഗ്രഹമാണ്. ദർഹത്തിൽ പഠിക്കുവാനായിട്ട് 7 സ്കോർ നൽകി അനുഗ്രഹിച്ചത്. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്തത് കുഞ്ഞമ്മ ആന്റണി. എൻ്റെ പേര് ബീന ലാലിച്ചൻ. ഞാൻ കൈനേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ 2013 നാമക്കൽ കോളേജിൽ നിന്നും പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി 1 വർഷം കോട്ടയത്ത് 14 മാസം പോയി 12 മാസത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയും, എന്നാൽ എറണാകുളത്തേക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ 5 വർഷത്തെ സർട്ടിഫിക്കറ്റായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം പല സാഹചര്യങ്ങൾ കൊണ്ട് ജോലി ഇങ്ങനെ ഗൾഫിലേക്ക് പോകാനുള്ള ഇത് കിട്ടുന്നില്ല. അങ്ങനെ വന്നതിന് ശേഷം 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സിംഗപ്പൂരിന് പോകാമെന്നും പറഞ്ഞ് പത്രത്തെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ വന്നതിന് ശേഷം അവൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് 45,000 രൂപയോളം നമ്മളവിടെ കൊടുത്ത്. പക്ഷേ ജൂൺ മാസത്തേക്ക് അവസാന ഡേറ്റിൽ തരാമെന്ന് പറഞ്ഞ്, അതിനുശേഷം ജൂലൈയിൽ തരാമെന്ന് പറഞ്ഞ്, ഓഗസ്റ്റിൽ തരാമെന്ന് പറഞ്ഞ്, ലാസ്റ്റ് ഡിസംബർ വരെ ഞങ്ങൾ കാത്ത്. ഡിസംബറിൽ മോൻ ബോംബെയിലേക്ക് പോയി. ആ പൈസയിൽ 17,000 രൂപ അവർ മണി ഓർഡറായിട്ട് അയച്ചു. ബാക്കി പൈസ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ചേച്ചി ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. ആ ചേച്ചി ഒരു പത്രം തന്ന് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും കൊച്ചിന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടി ജനുവരി മാസം 2-ാം തീയതി അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ പറഞ്ഞ് തോളത്ത് കെട്ടിയിട്ടും പറഞ്ഞ് എല്ലാ കാര്യവും ശരിയാവും, കൃപാസനത്ത് മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഉടമ്പടി എടുക്കാൻ ഞങ്ങളിവിടെ വന്നു. ഉടമ്പടി എടുത്ത് ഞാൻ ഈ 6 മാസമായി ഉടമ്പടി ഈ പ്രാർത്ഥന 3-ാം ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ മെയ് മാസം 5-ാം തീയതി ജനുവരി 2-ാം തീയതി ഞാനിവിടെ വന്നെങ്കിലും 7-ാം തീയതി മാവേലിക്കരയിൽ നിന്ന് ഞങ്ങൾക്ക് ബന്ധമുള്ള ഒരു അച്ഛൻ അവനെ 3 ദിവസത്തെ ധ്യാനത്തിനായിട്ട് അങ്ങോട്ട് വിളിച്ച് അവിടെ വെച്ച് ആ ധ്യാനം കൂടിക്കഴിഞ്ഞ് അവിടെ തന്നെ അച്ഛൻ നിർത്തി. മെയ് 5 വരെ അവിടെ നിർത്തി. അച്ഛന് ബന്ധമുള്ള ഒരു
ഒരു റിലേഷൻപ്പെട്ട ഒരു ആളുടെ അടുത്ത് ഇവൻ്റെ ബയോഡേറ്റ എല്ലാം കൊടുത്തു വിട്ട്, അങ്ങനെ ബയോഡേറ്റ എല്ലാം കൊടുത്തു വിട്ടിട്ട് അവന് ജോലി വിസയും ടിക്കറ്റും കൂടി വന്ന് അവൻ മെയ് മാസം 5-ാം തീയതി എൻ്റെ മോൻ ഗൾഫിലേക്ക് പോയി. വണ്ടി ഇവിടെ നിർത്തി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നേർച്ചയിട്ട് വണക്കമാസത്തിനുള്ള പൈസയും അടച്ച് ഞാൻ 125 പത്രം എടുത്ത് വിതരണം ചെയ്തു. മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വിദേശത്ത് പോകാമെന്ന് പറഞ്ഞതാണ്. ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യാതൊരു തടസ്സവും കൂടാതെ മെയ് 5-ാം തീയതി ആ മകന് കുവൈറ്റിൽ ജോലി ചെയ്യുവാനുള്ള അവസരം ലഭിച്ചു. അവിടെ പോയി ജോലിയിൽ ജോയിൻ ചെയ്തു. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകന് 2 വർഷമായിട്ട് കല്യാണ ആലോചനയായിട്ട് നടന്നിട്ട് ഒരു പെണ്ണിനെയും കണ്ടിട്ടും അങ്ങ് ഉറയ്ക്കുന്നില്ല. എൻ്റെ അടുത്തൊരു സഹോദരി എനിക്കൊരു പത്രം തന്ന് പറഞ്ഞ്, ചേച്ചി കൃപാസനത്തിൽ പ്രാർത്ഥിക്കുക. പത്രം മുഴുവൻ വായിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അവന് വേണ്ടി 5-ാമത്തെ മകൻ, 4-ാമത്തെ മകൻ വൈദികനാണ്. 4-ാമത് എനിക്കൊരു മകൻ ഉണ്ടായപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഗർഭിണിയാണ്, എൻ്റെ കുഞ്ഞ് ഒരാണാണെങ്കിൽ ഈശോയുടെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യാൻ ആ മകനെ നീ ഉരുവാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അവൻ വളർന്നു കൊച്ചു കുഞ്ഞായപ്പോഴേ അൾത്താരപാലനായി, നല്ല രീതിയിൽ പാസ്സായി, പഠിച്ച് മിടുക്കനായി, നല്ലൊരു വൈദികനായി ഇപ്പം സേവനം ചെയ്യുന്നു. ഇപ്പം ചങ്ങനാശ്ശേരി ഇതിരൂപത പിതാവ് അവനെ മൂലമറ്റത്ത് പഠിപ്പിക്കാനായി വിട്ടിരിക്കുന്നു. നല്ല മാർഗോടുകൂടി എല്ലാത്തിനും വിജയിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മ മുട്ടിപ്പായിട്ട് എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് സഹായിച്ചിട്ടുണ്ട്. 5-ാമത്തെ മകന് വേണ്ടി 2 വർഷമായിട്ട് കല്യാണം നടക്കാതെ പ്രാർത്ഥിച്ചു. മകന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ ഒരു എല്ലാം വന്നു. അത് അങ്ങോട്ടും ചെന്ന് എല്ലാം ഉറപ്പിച്ചു. അവരിവിടോട്ട് വന്ന് ഉറപ്പിച്ചെല്ലാം പോയി കഴിഞ്ഞ് അവർ പറഞ്ഞു ഇത് മക്കളുടെ ധ്യാനത്തിന് പോകാം. ഏപ്രിൽ 25-ാം തീയതി അവർക്ക് മനസ്സമ്മതം, ഏപ്രിൽ 25-ാം തീയതി മനസ്സമ്മതം നിശ്ചയിച്ചു. എന്നാൽ ഇവർക്ക് കൂട്ടായ്മ ധ്യാനം കൂടാൻ വേണ്ടി, ദമ്പതി ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് ഒരുക്ക് ധ്യാനത്തിന് ചങ്ങനാശ്ശേരി പോയി. 2-ാം ദിവസമായപ്പോൾ മകൾ പറയുന്നു, എനിക്ക് കുറച്ച് നാളും കൂടി പഠിക്കണം, അരുൺ ചേട്ടനോട് പറ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട. എടി മോളെ, നിൻ്റെ അച്ഛൻ പറഞ്ഞു, മകളെ നീ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ്? അവിടെ വീട്ടുകാരും മനസ്സമ്മതവും കല്യാണവും എല്ലാം വിളിച്ച് ഞങ്ങൾ ഈ മകൻ്റെ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞിരുന്നു. അവിടുന്ന് 2-ാം ദിവസം അച്ഛൻ്റെ കൂട്ടുകാരനായ അച്ഛൻ എൻ്റെ മകൻ അച്ഛനെ വിളിച്ചേച്ച് പറഞ്ഞു, ഇത് നമുക്ക് പറ്റിയതല്ല അച്ഛാ. അച്ഛൻ വന്ന് അച്ഛൻ്റെ സഹോദരനോട് സമാധാനം പറ. അവനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു. ഞങ്ങളൊരു മരിച്ച വീട് പോലായി എല്ലാ മക്കളും. ഞാൻ ഉടനെ ഉടമ്പടി ഇവിടുന്ന് നമ്മുടെ മകയിലെടുത്ത് പ്രാർത്ഥിച്ചും പറഞ്ഞു, അമ്മേ ഞാൻ അങ്ങോട്ട് വിളിക്കുക, എൻ്റെ മകന് ഇനി ഞാൻ പെണ്ണ് കാണാൻ പോകുന്നില്ല അമ്മയെന്നും പറഞ്ഞ് അവൻ സാഷ്ടാംഗം വീണ് കിടന്ന് കരയുന്നു. ഇല്ല, നമ്മളെ അമ്മ ഉയർത്തും. അവൻ്റെ ചേട്ടൻ അച്ഛൻ പറഞ്ഞു, മകനെ ഞാൻ അൾത്താരയിൽ ദൈവത്തിൻ്റെ തിരുശരീരം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹം കിട്ടിയില്ലേ, ഇനി നിന്നെ ഈ ഡേറ്റിന് തന്നെ തമ്പുരാൻ നിന്നെ വിവാഹം നടത്തി തരും. അതേ ആഴ്ച തന്നെ മകൻ പോയി പെണ്ണ് കണ്ട് പുളിക്കുന്നു എന്ന് നല്ല TTC പാസ്സായ ഒരു മകളെ ഈ ഏപ്രിൽ 25-ാം തീയതി മനസ്സമ്മതം, മെയ് 14-ാം തീയതി കല്യാണം നടത്തി സുഖമായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു, ജീവിക്കുന്നു. ദൈവത്തിന് ഒരു കോടി നന്ദി. മകന് കരങ്ങളടിച്ച് നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്നായിട്ട് കരങ്ങളടിച്ചേ. ഗ്ലോറിയ മേരി, അടുത്ത ഗ്ലോറിയ മേരി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് കൊച്ചറാണി, സ്ഥലം ചേർത്തല. ഞാൻ 2 വർഷമായി ഇസ്രായേലിലേക്കുള്ള ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലവിധ തടസ്സങ്ങളല്ലാതെ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞ്, ഞാൻ പറഞ്ഞിട്ട് അതിനുള്ള പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ്, അങ്ങനെ ജൂൺ മാസത്തിൽ ഏപ്രിൽ മാസം അവരെന്നെ വിളിക്കുകയും ഞാൻ അച്ഛനെ വന്ന് കണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞ് പൊയ്ക്കോ, കുഴപ്പമില്ല. അങ്ങനെ ജൂൺ 15-ാം തീയതി എൻ്റെ ആദ്യത്തെ, അതിന് അങ്ങോട്ട് പോകുന്നതിന് 3 ഇൻ്റർവ്യൂ ആണുള്ളത്. അപ്പോൾ ജൂൺ 15 ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തലേദിവസം വിളിച്ച് പറഞ്ഞ് അങ്ങനെ നന്നായി അതെനിക്ക് പാസ്സാകാൻ സാധിച്ചു. അതിന് നന്ദി പറയാനായിട്ട് മാസാദ്യ ഞായറാഴ്ച ഞാനിവിടെ വന്നു. പക്ഷേ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഒരു സഹോദരിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ മതി. അങ്ങനെ കഴിഞ്ഞ മാസം
ഈ ജൂൺ 13 എൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. അതും എനിക്ക് നന്നായി പാസ്സാകാൻ സാധിച്ചു. ഇനി ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ട്, അതിന് എന്നെ അമ്മ അനുഗ്രഹിക്കും. ഒത്തിരി അനുഗ്രഹം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അവ വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസനം പ്രസാദപരമാതാനും നന്ദി. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. 2 ഇൻ്റർവ്യൂ വിജയകരമായി പാസ്സാകാൻ ദൈവം ആ മകളെ അനുഗ്രഹിച്ചതിനെ ഒരു നന്നായി ഒന്ന് കരങ്ങളടിച്ചേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ഗ്ലോറിയ, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ രണ്ടുപേരും UK-ലായിരുന്നു. 2014 ഡെലിവറിക്ക് വേണ്ടി ഞാൻ നാട്ടിൽ വന്നു. അപ്പം എൻ്റെ എംപ്ലോയറിൻ്റെ ലൈസൻസ് പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും തിരിച്ചു പോകാൻ പറ്റാതെയായി. ഞങ്ങൾ വേറെ പല സ്ഥലങ്ങളിലേക്ക് ജോലി നോക്കിയെങ്കിലും പുറത്തോട്ട് പോകാനൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഒത്തിരി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി US-ലേക്ക് ഒരു ജോബ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു. അതിൻ്റെ ഒരു പേപ്പറും അനങ്ങുന്നുണ്ടായിരുന്നില്ല. 6 മാസം വരെ കാത്തിരുന്നു, എന്നിട്ടും ഒരു പേപ്പറും വരുന്നില്ലായിരുന്നു. ജാനുവരി ആയപ്പം ഇവിടെ വന്നു. ഞങ്ങളുടെ ഇടവകയിലൊരു പത്രം കിട്ടി. അങ്ങനെ അത് വായിച്ചപ്പം എനിക്ക് ഒരു ദിവസം വളരെ വയറുവേദനയായിരുന്നു. അങ്ങനെ അത് വെച്ച് പ്രാർത്ഥിച്ചപ്പം പിറ്റേ ദിവസം വളരെ ഒരു വേദനയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആണ് ഇവിടെ വരുന്നത്. ജാനുവരി 17 വന്നു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഫെബ്രുവരിയിൽ തപസ് കൂടി ഞങ്ങൾ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു പേപ്പർ വരും, എന്തായാലും ഈ വർഷം തന്നെ പേപ്പർ വരും എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം മാസം ഉടമ്പടി ചെയ്തതിന് ഫലമായി 3-ാം മാസത്തിൽ എൻ്റെ പേപ്പർ വന്നു. ഞങ്ങൾക്ക് ഏജൻസിയിൽ ചെന്നപ്പോൾ അവർ ചോദിക്കുവാണ്, അത്ഭുതപ്പെട്ട് ചോദിച്ചു, ഈ പേപ്പർ എങ്ങനെ കിട്ടി? 6 മാസമായിട്ട് ഈ പേപ്പർ ആർക്കും തന്നെ കിട്ടുന്നില്ല, ഇതെങ്ങനെ നിങ്ങൾക്കിത് കിട്ടിയെന്ന് അത്ഭുതത്തോടെ അവർ ഞങ്ങളോട് ചോദിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ ടഫായിരിക്കും എന്ന് പറഞ്ഞു, US-ലേക്കുള്ള ജോലിയുടെ ഇൻ്റർവ്യൂ. അങ്ങനെ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി മെഡ്രാസിലെ ഇൻ്റർവ്യൂക്ക് ഞാൻ പോയപ്പം ഉടമ്പടിയുടെ എല്ലാം കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ച് രാവിലെ ഉടമ്പടി ചൊല്ലിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂക്ക് പോയത്. അതിൻ്റെ ഫലമായി മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ ആൻസർ പറയാൻ പറ്റി. എനിക്ക് US-ൽ ജോബ് വിസൻ്റെ എനിക്ക് കിട്ടി. അങ്ങനെ പിറ്റത്തെ മാസം ഹസ്ബൻഡിനും കുഞ്ഞിനും അപ്ലൈ ചെയ്തു. അച്ഛൻ പറഞ്ഞിരുന്നു പിന്നെ അപ്ലൈ ചെയ്യാമെന്ന്. അവർക്കും ഉടമ്പടി ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു മെഡ്രാസിൽ വെച്ച്. അപ്പം അവർക്കും കിട്ടി. ഞങ്ങൾ ഈ മാസം 30-ാം തീയതി പോകുവാണ് 3 പേരും കൂടി. ദൈവം ഈശോയിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങിത്തന്ന അമ്മ മാതാവിന് കോടാനും കൂടി നന്ദി സമർപ്പിക്കും. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വം. 3 പേര് എന്ന് പോകുന്നു. 30-ാം തീയതി അവർ പോവുകയാണ്. ആ കുടുംബത്തിന് ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ്. കരങ്ങളടിച്ച് നന്നായി ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജയ്സൽ ഇല്ല, ഷോർട്ടായിട്ട് പറയണേ, ഷോർട്ടൻ ചെയ്ത് പറയണേ. എൻ്റെ പേര് ജയ്സൽ ആൻ്റണി, ഞാൻ ഓമനപ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. 7-ാം മാസം തുടങ്ങി കുഞ്ഞിന് ശ്വാസം മുട്ടലുണ്ടാവുമായിരുന്നു. ഇടവിടാതെ 2 മാസത്തിലൊരിക്കൽ ആദ്യം മുതൽ വന്നു തുടങ്ങി. എന്നിട്ട് കുഞ്ഞ് രാത്രിയൊന്നും ഉറങ്ങത്തില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പിന്നെ കുറേ ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്നാണ് കൊടുത്തോണ്ടിരുന്നത്. കുറേ നാളിവിടെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ 1 മാസത്തിൽ 2 തവണ വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഇടവിടാതെ വന്നുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ആശുപത്രി പോയി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് 3-ാമത്തെ ദിവസം വീണ്ടും കൊണ്ടുപോകണം. അങ്ങനെ വണ്ടാനത്ത് സ്ഥിരം അഡ്മിറ്റ് ആകുമായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു മാസത്തോളം വരാതിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴേക്കും ICUവിലാണ് അഡ്മിറ്റ് ചെയ്തത്. അഡ്മിറ്റ് ചെയ്തിട്ട് കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ അവിടെ വെച്ച് തന്നെ ആരോ ഇവിടുത്തെ പത്രം കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത്. കുഞ്ഞിൻ്റെ തലയ്ക്ക് വെച്ച് ഞങ്ങളത് പ്രാർത്ഥിച്ചു. അന്ന് അസുഖമൊക്കെ മാറി ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ കുറേ നാളേക്കും വരാതിരുന്നിട്ട് ഒരു 4 മാസത്തോളം വന്നില്ല. അപ്പോൾ ഞങ്ങൾ ഹോമിയോ മരുന്നിലോട്ട് മാറ്റി. മാറി മരുന്ന് കൊടുക്കുന്നല്ലാതെ കുഞ്ഞിൻ്റെ അസുഖം മാറുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വസിച്ച് കൃപാസനത്തിൽ പത്രം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ 4 മാസം വരാന്നിട്ട് പിന്നെ വന്നപ്പോഴേക്കും ഞാൻ കൃപാസനത്തിൽ പത്രം വിരിച്ച് കുഞ്ഞിനെ കിടത്തി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിന് അസുഖം അന്നേരം മാറി. പിന്നെ ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്നു. എന്നിട്ട് പിന്നെ കഴിഞ്ഞ മാസം വന്നിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, മടിയായിരുന്നു പറയാനായിട്ട്. അങ്ങനെ സാക്ഷ്യം പറയാതെ പിന്നെ മടിച്ച് വീട്ടിൽ ചെന്നപ്പോഴേക്കും കുഞ്ഞിന് വീണ്ടും ഉണ്ടായി. അപ്പം ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടി വന്നത്, ഇനി അവനത് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയാൻ മടിച്ചു പോയതുകൊണ്ടാണ് വീണ്ടും അത് വന്നതെന്നാണ്. ഇനി അവനതൊരിക്കലും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
കരങ്ങളടിച്ച് ഈ കുഞ്ഞിന് ദൈവം നൽകിയ പത്രികയിലൂടെ ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ്. പൂർണ്ണ സൗഖ്യം നൽകി ദൈവം അനുഗ്രഹിച്ചു. അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ആ കുഞ്ഞിന് നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് കരങ്ങളടിച്ച് തീഷ്ണതയോടെ ദൈവസ്നേഹത്തിന്റെ നിറവില് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.